وما النصر إلا من عند الله العزيز الحكيم. وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له من يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നാം ഏവരെയും ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും തൗഹീദിലും സുന്നത്തിലും അടിയുറച്ചു നിൽക്കുന്നവരായി അല്ലാഹു നാം ഏവരെയും മരിപ്പിക്കുകയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, സയഅതി അലന്നാസി സമാനുൻ ഔ സനവാതുൻ ഖദ്ദഅത്. ജനങ്ങൾക്കൊരു കാലഘട്ടം വന്നെത്തും. സനവാതുൻ ഖദ്ദഅതുൻ, വഞ്ചനകൾ കഠിനമായി നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണത്. യുസദ്ദഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹൽ സാദിഖ്. ആ കാലഘട്ടത്തിൽ സത്യസന്ധന്മാർ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടും. വയുകദ്ദബ് വയുസദ്ദഖു ഫീഹാ അൽ കാദിബ്. യഥാർത്ഥ കള്ളന്മാർ ആ കാലഘട്ടത്തിൽ സത്യവാന്മാരായി ധരിക്കപ്പെടും. വയുഅ്തമനു ഫീഹൽ ഖായിൻ. ആ കാലഘട്ടത്തിൽ വഞ്ചകന്മാർ വിശ്വസ്തരാണ് എന്ന് ധരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വയുഖവ്വനു ഫീഹൽ അമീൻ. അമീനായ വിശ്വസ്തരായ ആളുകൾ അവർ വഞ്ചകന്മാരാണ് എന്ന് ആളുകൾ ധരിക്കുന്ന ഒരു കാലം വരും. വയൻതിഖു ഫീഹ റുവൈബിദ. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നവർ റുവൈബിദകളായിരിക്കും. സഹാബികൾ ചോദിച്ചു, വമർ റുവൈബിദ, അല്ലാഹുവിന്റെ റസൂലെ എന്താണ് റുവൈബിദ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു താഫിഹ് യതകല്ലമു ഫീ അംറിൽ ആമ്മ. പൊതു ജനങ്ങളുടെ വിഷയങ്ങളിൽ, മുസ്ലിം ഉമ്മത്തിനെ വ്യാപകമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു വിവരവുമില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു നിലവാരവുമില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന ആ വ്യക്തിക്കാണ് റുവൈബിദ എന്ന് പറയുക. നോക്കൂ സഹോദരങ്ങളെ, എന്തൊരു കാലഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത്. ഫിത്നകൾ ശക്തമായി നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണിത്. ആരാണ് സത്യം പറയുന്നത്? ആരാണ് കളവ് പറയുന്നത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. അത്തരമൊരു കാലഘട്ടത്തിൽ ഹക്ക് കണ്ടെത്തുക എന്നത്, ബാത്തിലിനെ തിരിച്ചറിയുക എന്നത് ഏറ്റവും കഠിനമാണ്. അതുകൊണ്ടാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ 2 കല്ലുകൾ തന്റെ കയ്യിലെടുത്ത് അവ ചേർത്തു വെച്ചു. മുന്നിലിരിക്കുന്ന ആളുകളോട് അദ്ദേഹം ചോദിച്ചു, ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിൻ നൂർ. ഈ 2 കല്ലുകൾ ചേർത്തു വെച്ചപ്പോൾ
ഈ രണ്ടു കല്ലുകൾക്കിടയിൽ എന്തെങ്കിലും പ്രകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, വളരെ കുറഞ്ഞ എന്തെങ്കിലും ഒരു പ്രകാശമല്ലാതെ ഈ കല്ലുകൾക്കിടയിൽ ഒന്നും കാണാനില്ല, ഇരുട്ടാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു കാലം വരും, സത്യം വളരെ കുറച്ചു മാത്രമായി കാണപ്പെടുന്ന, അസത്യം പ്രകടമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ വർഷവും മുന്നോട്ട് നീങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച സുന്നത്തുകൾ ഓരോന്നോരോന്നായി മരിച്ചു വീണുകൊണ്ടിരിക്കും. സുന്നത്തുകൾ കാണപ്പെടാതെയാകും. ബിദ്അത്തുകളാകട്ടെ ഓരോ വർഷവും പുതിയത് ബിദ്അത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഹത്താ ഇദാ തുരികത്തിസ് സുന്നഹ് യഖൂലൂൻ حتى إذا تركت البدعة يقولون تركت سنة. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ബിദ്അത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവർ പറയും, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നവർ പറയും. നോക്കൂ, സുബ്ഹാനല്ലാഹ്. ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് നൽകിയ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിച്ചാൽ ആളുകൾ പറയും, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് കാലെടുത്തു വെച്ച ഓരോ സഹോദരങ്ങളും ഫിത്നകളെ കരുതിയിരിക്കണം. ഫിത്നകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് അതിനെതിരെ താക്കീത് നൽകിയത്. സഹോദര, ദീനിന്റെ കാര്യം നിസ്സാരമായി കാണരുത്. നിനക്ക് ലഭിച്ച ഹക്കിന്റെ മാർഗം, സലഫിയ്യത്ത് എന്ന വടി, അഹ്ലുസുന്നത്തിന്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വടി, അത് നീ ഒരിക്കലും വില കുറഞ്ഞ ഒരു വിഭവമായി കാണരുത്. നിനക്ക് അല്ലാഹു അത് എളുപ്പത്തിൽ നൽകി എന്നതുകൊണ്ട് ഓഹ് എത്ര എളുപ്പത്തിലാണ് ഞാനിത് നേടിയത്, ഇതൊരിക്കലും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്ന് നീ ധരിക്കരുത്. നീ പേടിക്കണം. എത്ര തവണയാണ് ഒരു ദിവസം അള്ളാഹുവിനോട് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിനോട് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ, നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ദുആ ചെയ്തത്? അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നീ ഞങ്ങളെ നിന്റെ ദീനിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു നീ ഉറപ്പിച്ചു നിർത്തണമേ. സഹോദരങ്ങളെ, ദീനിലുള്ളവരെ, ദീൻ പറഞ്ഞു കൊടുക്കുന്നവരെ, ദീൻ കേൾക്കുന്നവരെ, ദീൻ പറഞ്ഞു കൊടുക്കുന്ന സദസ്സുകൾ സൃഷ്ടിക്കുന്നവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരെ, സഹോദരങ്ങളെ, അല്ലാഹ് ഫിത്നകളുടെ കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുക്കുക. വഴി തെറ്റിപ്പോകുന്നതിനെ നിങ്ങൾ പേടിക്കുക. ദലാലത്ത് ഒരാൾ സ്വീകരിച്ചതിന് ശേഷം ഹക്കിന്റെ ആളുകളെ നോക്കിക്കൊണ്ട് വിവരമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ എന്ന് പുച്ഛിക്കുന്ന ഒരു കാലം എത്രയോ ആളുകൾക്ക് വന്നെത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ ചിന്തകൾ മാറി മറിയുന്ന കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ല, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. ബാദിറു ബാദിറു ബാദിറു, നിങ്ങൾ ധൃതി കൂട്ടുക, മുന്നോട്ട് വരിക, തിരക്ക് കൂട്ടുക. ബാദിറു ബിൽ അഅമാൽ, പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരിക, തിരക്ക് കൂട്ടുക. ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുട്ടുമൂടിയ കട്ട പിടിച്ച രാത്രികൾ പോലെ അന്ധകാര നിബിഡമായ ദിനങ്ങൾ, ഫിത്നകൾ കടുത്തു നിൽക്കുന്ന ദിവസങ്ങൾ വന്നെത്തുന്നതിന് മുൻപ് അമലുകൾ ചെയ്യുക, പ്രവർത്തനങ്ങൾ ചെയ്യുക, തയ്യാറെടുക്കുക. ഫിത്നകളുടെ കാറ്റുകൾ വീശി തുടങ്ങുമ്പോൾ ചരിഞ്ഞു പോകരുത്, വടിയിൽ നിന്ന് തെന്നിപ്പോകരുത്, തെറ്റിപ്പോകാൻ പാടില്ല, തെറിച്ചു പോകാൻ പാടില്ല. എത്തിപ്പെട്ട മാർഗത്തിന്റെ വില ചെറുതായി കാണുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഹക്ക്, അല്ലാഹു അതിൽ നിലനിർത്തുക എന്നത് അഗ്ലാ മിൻ കുല്ലി ഷൈ, എല്ലാത്തിനേക്കാളും വിലയുള്ളത് അതാണ്. എന്താണ് ഹക്കിന്റെ പ്രതിഫലം? എന്താണ്
സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. സ്വർഗ്ഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിൽപ്പനക്ക് വച്ചിരിക്കുന്ന മുതൽ വില കൂടിയതാണ്. സ്വർഗമാണത്. വിലയില്ലാതെ പണിയെടുക്കാതെ കിട്ടാൻ പോകുന്നതല്ല. പണിയെടുക്കേണ്ടതാണ്, വിയർക്കേണ്ടതാണ്, പ്രവർത്തിക്കാനുള്ളതാണ്, ചാഞ്ചാടി കളിക്കാനുള്ളതല്ല, തോന്നുമ്പോൾ സ്വീകരിക്കാനും തോന്നുമ്പോൾ വലിച്ചെറിയാനുമുള്ളതല്ല. അള്ളാഹുവിന്റെ മാർഗമാണത്. സഹാബികൾ നിലകൊണ്ട വടിയാണത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ സിറാത്തുൽ മുസ്തഖീം, എന്താണ് സിറാത്തുൽ മുസ്തഖീം? അദ്ദേഹം പറഞ്ഞു, തറക്കന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദ്നാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അതിന്റെ ഈ അറ്റത്ത് വിട്ടേച്ചുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയത്. ഇതിന്റെ അങ്ങേയറ്റം അത്തറഫുൽ ആഖർ ഔ അത്തറഫുൽ ആഖിർ, ഇതിന്റെ അവസാനത്തെ അറ്റം, ഇതിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. സഹാബത്തിന്റെ വടി, സലഫിന്റെ വടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തും കാണിച്ചു തന്ന മാർഗം, ഖുർആനും സുന്നത്തും വരച്ചു കാണിച്ച മാർഗം. തമസ്സകൂ തമസ്സകൂ, എത്ര തവണയാണ് അവിടുന്ന് അത് പറഞ്ഞത്? തമസ്സകൂ, മുറുകെ പിടിക്കുക. അദ്ദു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കുക. നിങ്ങൾ നിസ്സാരമായി കാണരുത് സഹോദരങ്ങളെ. ഹക്കിൽ ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മെ പലരെയും ബാധിച്ചേക്കാവുന്ന പ്രശ്നം ഹക്കിന്റെ വില കുറഞ്ഞു കാണുക എന്നതാണ്. കിട്ടിയ സത്യം, കിട്ടിയ മാർഗം എത്ര ആളുകൾ, എനിക്ക് എത്ര എളുപ്പത്തിൽ കിട്ടി, എനിക്ക് എത്ര എളുപ്പത്തിൽ മനസ്സിലായി. നിന്നെ കൊണ്ടല്ല ഇത്, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ പരിശ്രമം കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. അൽ ഹിദായ മഹ്ദു ഫദ്ലിൻ, അള്ളാഹു ഹിദായത്ത് നൽകുക എന്നത് മഹ്ദു ഫദ്ലിൻ, അള്ളാഹുവിന്റെ ഔദാര്യമല്ലാതെ അതിൽ മറ്റൊന്നുമില്ല. യഹ്ദി മൻ യശാ യുദ്ദില്ലു മൻ യശാ. ഉദ്ദേശിക്കുന്നവരവൻ ഹിദായത്തിലാക്കുന്നു, ഉദ്ദേശിക്കുന്നവരവൻ വടികേടിലാക്കുന്നു. അതുകൊണ്ട് സഹോദര, ചോദിക്കുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. വടിയും തെറ്റിപ്പോകരുത്, ദീൻ പഠിക്കുന്നത് മാറിപ്പോകരുത്. ഇതല്ലാത്തൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്. ഹക്കിന്റെ വടിയല്ലാതെ മറ്റൊരു വടി ഒരു കാലഘട്ടത്തിലും സ്വീകരിക്കരുത്. ദുനിയാവിന് ഇതിനേക്കാൾ വില കൊടുക്കരുത്. ദുനിയാവിന് ഇതിനേക്കാൾ വില കൊടുക്കരുത്. ആളുകളുടെ പ്രശംസകൾക്ക് ഇതിനേക്കാൾ വില കൊടുക്കരുത്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് ഇതിനേക്കാൾ വില കൊടുക്കരുത്. ഭാര്യക്ക്, മക്കൾക്ക്, ഭർത്താവിന്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ. ശിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിച്ചാൽ ഫലാ തുതിഉഹുമാ, അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരോട് നീ മാന്യമായി പെരുമാറണം, നല്ല രൂപത്തിൽ പെരുമാറണം. സഹോദരങ്ങളെ, ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഫിത്നകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നത് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ മദീനയിലായിരിക്കെ, ഏതാണ് മദീന? മദീനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന, മസ്ജിദുൻ നബവി നിലനിൽക്കുന്ന മദീന, സഹാബികളുള്ള മദീന, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, സഹാബികളുടെ തലവന്മാരുള്ള മദീന, ഇസ്ലാം അതിന്റെ വെളിച്ചം പുറത്തേക്ക് വ്യാപിച്ചു തുടങ്ങിയ മദീന. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നു. എന്നിട്ട് അവിടുന്ന് സഹാബികളോട് ചോദിച്ചു, ഹൽ തറൗന മാ അറാ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ സഹാബികളെ? അവർ പറഞ്ഞു, ഇല്ല അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അവിടുന്ന് പറഞ്ഞു, ഇന്നി ലാ അറാ മവാഖിഅൽ ഫിതൻ തഖഉ ഖിലാല ബുയൂതികും കമവാഖിഅൽ ഖതർ.
നിങ്ങളുടെ വീടുകൾക്ക് മുകളിൽ ഫിത്നകൾ മഴ പോലെ പെയ്തിറങ്ങുന്നത് ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരോടാണ് ഈ പറഞ്ഞത്? എവിടെ വെച്ചാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ആരാണിത് കേട്ടത്? ആരുടെ വീടുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്? സഹാബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നത് പോലെ തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ. തഅവ്വദു, നിങ്ങൾ രക്ഷ ചോദിക്കുക, അല്ലാഹുവിനോട് നിങ്ങൾ രക്ഷ ചോദിക്കുക. മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന്. മാ ളഹറ മിൻഹാ വമാ ബതൻ, ഫിത്നകളിൽ പുറത്തേക്ക് പ്രകടമാകുന്നതുണ്ട്. സുബ്ഹാനല്ലാഹ്, പുറത്തേക്ക് കാണാവുന്ന ഫിത്നകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫിത്നകൾ തിരമാലകൾ പോലെ വന്നെത്തും. ഓരോ ഫിത്നകളും മുന്നിലേക്ക് വന്നെത്തുമ്പോൾ മുഅ്മിൻ പറയും, ഹാദിഹി, ഈ ഫിത്ന എന്നെ തകർത്ത് കളയും. അവൻ അതിൽ നിന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഏന്തി വലിഞ്ഞ തിരമാലകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അടുത്ത ഫിത്ന അവൻ പറയും ഹാദിഹി. മുഅ്മിൻ അവന്റെ പേടിയാണ്, നിസ്സാരമായി കാണുന്നില്ല ഫിത്നകളെ. ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവൻ പറഞ്ഞില്ല. ഹാദിഹി, ഇതെന്നെ തകർക്കുമെന്ന പേടിയാണ് അവനുള്ളത്. പേടിച്ചവനാണ് രക്ഷപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ് ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. തീർച്ചയായും സൗഭാഗ്യവാൻ ആരാണെന്നറിയുമോ? ലമൻ ജുന്നിബൽ ഫിതൻ, ലമൻ ഇജ്തനബൽ ഫിതൻ എന്നല്ല, ഫിത്നകളിൽ നിന്ന് അകന്നു നിന്നവൻ എന്നല്ല, ഫിത്നകളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവനാണ്. ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്, നിന്റെ കഴിവ് കൊണ്ടല്ല. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. നമ്മുടെ ദുനൂബുകൾ, രഹസ്യങ്ങളിലെ തിന്മകൾ, പരസ്യങ്ങളിലെ തിന്മകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് മുന്നിൽ കൊണ്ടെത്തിച്ചപ്പോൾ സ്വീകരിക്കാൻ മടിച്ചു നിന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ധിക്കരിച്ചത്, നാളെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്നെ പിടികൂടുന്നതിനെ കുറിച്ച് നീ പേടിക്കേണ്ടതുണ്ട്. തഅവ്വദു, അതുകൊണ്ട് രക്ഷ ചോദിക്കുക, ഫിത്നകളിൽ നിന്ന് രക്ഷ ചോദിക്കുക. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം എഴുതിയ ചെറിയ മനോഹരമായ റിസാലയാണ് ആഥാറുൽ ഫിതൻ എന്ന ഒരു ചെറിയ ഗ്രന്ഥം. നിങ്ങൾക്ക് വായിച്ചാൽ സാധാരണ അറബി അറിയുന്ന ആളുകൾക്ക് വരെ വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരു ചെറിയ കിതാബാണ്. ഈ കിതാബിൽ അദ്ദേഹം ഫിത്നകളുടെ അസറുകൾ, ഒരാളെ ഫിത്ന ബാധിച്ചാൽ അയാളിൽ കാണപ്പെടാവുന്ന അടയാളങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് അദ്ദേഹം ഈ കിതാബിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. ഫിത്നകൾ നമ്മെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചില അടയാളങ്ങൾ ഈ കിതാബിൽ അദ്ദേഹം നൽകിയതായി കാണാൻ സാധിക്കും. അതിൽ ഓരോ കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു പോവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഫിത്നകളുടെ അടയാളങ്ങളിൽ ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, ഇൻസിറാഫുൻ നാസി അനിൽ ഇബാദ, ഇബാദത്തുകളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നു എന്നത് ഫിത്ന ആളുകളെ ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഫിത്ന ബാധിച്ച ആളുകൾ ആരെയും നിങ്ങൾ പരിശോധിച്ചോളൂ, അവന്റെ ഇബാദത്തുകൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും, ഒരു കൂട്ടം ആളുകളാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും. ഫിത്നയിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഉബൂദിയ്യ, അതാണ് ഇബാദത്ത്. ചില ആളുകൾ ഫിത്നയെ ഇബാദത്തായി ധരിക്കും. അവൻ അകപ്പെട്ടിരിക്കുന്നത് ഫിത്നയിലാണ്. അവൻ വിചാരിക്കുന്നത് അവന്റെ ഫിത്ന ഇബാദത്താണ് എന്നാണ്. അവൻ ഫിത്നയിലാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ ഫിത്നയിലാണ് വാളെടുത്ത് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത്, അവന്റെ ധാരണ വലിയ ഇബാദത്തിലാണെന്ന്. ഇബാദത്തുകൾ അള്ളാഹുവിനുള്ള ഉബൂദിയ്യ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിന്റെ അടിമയാവുക,
എന്താ അള്ളാഹുവിന്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ? എന്താണ് അള്ളാഹുവിന്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ? അള്ളാഹു പറഞ്ഞത് കേൾക്കുക, അനുസരിക്കുക. അടിമ ഉടമസ്ഥന് മുന്നിൽ നിൽക്കുമ്പോൾ അവന് സ്വന്തം വികാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവന്റെ താല്പര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവന്റെ ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉടമസ്ഥൻ എന്താണ് പറയുന്നത് അനുസരിക്കുക. അതാണ് അടിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് എന്താണോ പറഞ്ഞത്, നിന്നോട് ക്ഷമിക്കാനാണോ പറഞ്ഞത്, നീ ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് മിണ്ടാതിരിക്കാനാണോ പറഞ്ഞത്, നീ മിണ്ടാതിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് എന്തു പറഞ്ഞോ അത് നീ അനുസരിക്കുക എന്നതാണ് ഉബൂദിയ്യ. ഉബൂദിയ്യത്തിൽ അള്ളാഹുവിനുള്ള അടിമത്വം അംഗീകരിക്കുന്നതിൽ ഒരാൾക്ക് കുറവ് വന്നാൽ മനസ്സിലാക്കുക അയാൾ ഫിത്ന ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അൽ ഇബാദതു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. അൽ ഇബാദതു ഫിൽ ഹർജ്, ഫിത്നകൾ കടുക്കുന്ന കാലഘട്ടങ്ങളിൽ, ഫിത്നകൾ കുഴപ്പങ്ങൾ കഠിനമാകുന്ന കാലഘട്ടങ്ങളിൽ ഇബാദത്ത് ചെയ്യുക എന്നത് കഹിജ്റത്തിൻ ഇലയ്യ, എന്റെ അരികിലേക്ക് ഹിജ്റ ചെയ്തു വരുന്നത് പോലെയാണ്. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലേക്ക് ഹിജ്റ ചെയ്തു പോകുന്നത് പോലെ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ജനങ്ങൾ ഫിത്നകൾ ബാധിച്ചാൽ അല്ലെങ്കിൽ നാവ് കൊണ്ടുള്ള സംസാരങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ കൈകൊണ്ടുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ജനങ്ങൾ കുറവ് കാണിച്ചു തുടങ്ങുക എന്നത് ഫിത്ന ഒരാളെ ബാധിക്കുന്നതിന്റെ അടയാളമാണ്. അവിടെ ഫിത്ന ഉണ്ടാകുമ്പോൾ ഇബാദത്ത് കുറയുകയല്ല വേണ്ടത്, ഇബാദത്ത് അധികരിപ്പിക്കാൻ വേണ്ടത്. ഇബാദത്തുകൾ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. രാത്രി നിസ്കരിക്കുക, അള്ളാഹു ദുആ ചെയ്യുക, സദഖകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഇബാദത്ത് എന്താണോ അത് പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫിത്ന ഉണ്ടാകുമ്പോഴുള്ള ഇബാദത്ത് എന്റെ അരികിലേക്കുള്ള ഹിജ്റ പോലെയാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ പറയാൻ കാരണം ഫിത്നകൾ ഉണ്ടായാൽ പൊതുവെ ജനങ്ങൾ ഈ ഫിത്നയിലായിരിക്കും. നോക്കൂ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ ഫിത്നകളിൽ ഒന്നാണ് ഈ പറയുന്ന കളികൾ, വിനോദങ്ങൾ, അതിന് പിന്നിൽ കൂടാന്നുള്ള. ആളുകൾ 5 വക്ത് നേരത്തെ നിസ്കാരത്തിന് വരാൻ പ്രയാസമുള്ളവൻ വരെ, അവൻ വരെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഈ കളി അതിന്റെ പിറകിൽ കൂടുന്നത്. ഇബാദത്തുകളിൽ കുറവുണ്ടാകുക എന്നത് ഫിത്ന നിന്നെ ബാധിക്കുന്നതിന്റെ അടയാളമാണ്. ഇത് ഏതിലും ബാധിക്കാം. ചിലപ്പോൾ ബിദ്അത്തുകളായിരിക്കാം, ചിലപ്പോൾ ഹറാമുകളായിരിക്കാം, ചിലപ്പോൾ ദീനിൽ അവ്യക്തതയുള്ള കാര്യങ്ങളിൽ കെട്ടിമറിയലായിരിക്കാം. ഒക്കെ ഫിത്നയാണ്. ജനങ്ങൾ ഇബാദത്തുകളിൽ നിന്ന് അകന്നു പോകുക എന്നത് അവരെ ഫിത്ന ബാധിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതായി ഒന്നാമത് അദ്ദേഹം എണ്ണിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഇസ്തൈഖള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലതൻ ഫസിഅൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഭയന്നു വിറച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, പേടിച്ചുകൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാദാ ഉൻസിലത്തിൽ ലൈല മിനൽ ഖസാഇൻ വമാദാ ഉൻസിലത്തിൽ ലൈല മിനൽ ഫിതൻ. മാദാ ഉൻസിലത്തിൽ ലൈല മിനൽ ഫിതൻ വമാദാ ഫുതിഹത്തിൽ ലൈല മിനൽ ഖസാഇൻ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് അത്ഭുതമുണ്ടാകുമ്പോൾ പറയാറുണ്ടായിരുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്. ഈ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഫിത്നകൾ എത്രയധികമുണ്ട്. ഈ രാത്രിയിൽ അള്ളാഹു തുറന്നു നൽകിയിരിക്കുന്ന ഖസാഇനുകൾ, ഖജനാവുകൾ എത്രയുണ്ട്.
നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ന ഇറങ്ങുന്നു എന്ന് അറിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ യൂഖിദു സവാഹിബൽ ഹുജുറാത്ത്, മുറികളിൽ കിടന്നുറങ്ങുന്ന, അവിടുത്തെ ഭാര്യമാരെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, മുറികളിൽ കിടന്നുറങ്ങുന്നവരെ ആരാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ളത്? നിസ്കരിക്കട്ടെ. നോക്കൂ, ഫിത്ന ഇറങ്ങുന്നു എന്ന് അറിഞ്ഞ ഉടനെ അവിടുന്ന് എന്താ പറഞ്ഞത്? ഇബാദത്ത് ചെയ്യാനാണ്. ഫറുബ്ബ കാസിയ ഫിദ്ദുനിയ ആരിയ ഫിൽ ആഖിറ, ദുനിയാവിൽ വസ്ത്രങ്ങൾ കൊണ്ട് മൂടി നടക്കുന്ന എത്ര ആളുകൾ പരലോകത്തെത്തിയാൽ വിവസ്ത്രരാണ്. ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ പരലോകത്തെത്തിയാൽ ഈ വസ്ത്രം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുകയില്ല. അവിടെ നിങ്ങൾ ഉപകരിക്കുന്ന ഏതാണ്? ഇബാദത്താണ്. അവിടെ പരലോകത്തെത്തിയാൽ രക്ഷപ്പെട്ട ഇബാദത്തുമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ എന്ന പേരുകൊണ്ട് മാത്രം കാര്യമില്ല. സഹോദരങ്ങളെ, ഈ ഹദീസുകളിൽ എന്തു പാഠമുണ്ട്? ഫിത്ന ഉണ്ടായാൽ ഇബാദത്തു ചെയ്യുക. ആളുകൾ ചോദിക്കും, ഫിത്ന ഉണ്ടായി എനിക്കിതിന് രക്ഷപ്പെടാൻ എന്താ വഴി? നിങ്ങൾ കുറെ പഠിച്ചു, നിങ്ങൾ അങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും. യാഹി, നിനക്ക് രക്ഷപ്പെടണോ? അള്ളാഹ് നിനക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നീ അള്ളാഹ് ദുആ ചെയ്യാ, അള്ളാഹുവിന്റെ മുൻപിൽ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ അടിമയാവുക, തവക്കുൽ ചെയ്യുക. ആളുകൾ തവക്കുൽ എന്ന് പറഞ്ഞ് കേട്ടാൽ ഉടനെ ഓർക്കുന്ന തവക്കുൽ ഏതാ? ദുനിയാവിലെ തവക്കുലാണ്. സൈക്കിൾ എവിടെയും വെച്ചു പോകുമ്പോൾ പൂട്ടിയിട്ട് പോകണം, കൈക്ക് എവിടെയും വെച്ചു പോകുമ്പോൾ ചാവി ഊരിക്കൊണ്ടോണം. ഈ തവക്കുൽ മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. ദീനിൽ തവക്കുലുണ്ട്. അല്ല, ദുനിയാവിലുള്ള തവക്കുലിനേക്കാൾ വലുത് ദീനിലെ തവക്കുലാണ്. അള്ളാഹുവെ, നീ എന്റെ ദീന് കാത്തു സൂക്ഷിക്കണേ. അതുകൊണ്ട് ഫിത്നകൾ വന്നാൽ പേടിക്കേണ്ടതില്ല. നിനക്ക് അറിവുണ്ടാകണം എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സഹോദര, അറിവുള്ള ആളുകൾ ഫിത്നയിൽ അകപ്പെട്ടിട്ടില്ലേ? പെട്ടിട്ടുണ്ട്. പക്ഷേ ഇഖ്ലാസ് ഉള്ളവർ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താണ് പറഞ്ഞത്? ഫകാന മിനൽ മുഖ്ലസീൻ. വേറൊരു ഖിറാഅത്തിൽ കാന മിനൽ മുഖ്ലിസീൻ. യൂസുഫ് നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അദ്ദേഹം മുഖ്ലിസായിരുന്നു, നിഷ്കളങ്കമായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നാണ്. നിഷ്കളങ്കമായ ഇബാദത്ത് നിന്നെ പല ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒരു സഹോദര, ഫിത്ന വരുമ്പോൾ പ്രത്യേകിച്ച് ദീന് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ വിചാരിക്കും, ഈ ഒരു ഫിത്ന കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി ഒന്നും ഉണ്ടാവില്ല, ഇനി സമാധാനം ഇല്ല. ഫിത്ന വന്നുകൊണ്ടിരിക്കും. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇത് ആസ്വദിക്കാനുള്ള ലോകമല്ല, ഇത് വിശ്രമിക്കാനുള്ള ലോകമല്ല. ഇവിടെ ഫിത്നയാണ് ഇവിടുത്തെ ആകെയുള്ള കാര്യം. ഇവിടെ ആകെ ബാക്കിയുള്ളത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഉമ്മത്തി ഹാദിഹി ഉമ്മത്തുൻ മർഹൂമ, എന്റെ ഉമ്മത്ത് അള്ളാഹു കരുണ നൽകിയ ഉമ്മത്താണ്. എന്താണ് കരുണയുടെ ഭാഗമായി അവിടുന്ന് പറഞ്ഞത്? പരലോകത്ത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ഉമ്മത്തിന്റെ അവസാനത്തിൽ ഫിത്നകളും കുഴപ്പങ്ങളും അവരെ ബാധിക്കുന്നതാണ്. ഫിത്ന ഒരിക്കലും അവസാനിക്കുകയില്ല. മരണം വരെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓരോ ഫിത്നകളായിരിക്കും. പക്ഷേ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടണമോ, ഇബാദത്തുകൾ അധികരിപ്പിക്കുക എന്നത് അതിനുള്ള വഴികളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് താബിഈങ്ങളിൽ ഫിത്ന ഉണ്ടായപ്പോൾ, ഉടലെടുത്തപ്പോൾ, ഇബ്നുൽ അശ്അസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിത്നയുണ്ട്. ഹജ്ജാജ് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ ചിലർ വലിയ ഒരു സൈന്യം സായുധ വിപ്ലവത്തിനിറങ്ങി. ഇവർ ഈ സായുധ വിപ്ലവത്തിനിറങ്ങുമ്പോൾ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പോയി ചോദിച്ചു, ഈ യുദ്ധത്തിനിറങ്ങാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു. അദ്ദേഹം അവരോട് തടഞ്ഞു, പാടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നഹു വല്ലാഹി മാ സല്ലത്തല്ലാഹുൽ ഹജ്ജാജ അലൈക്കും ഇല്ല ഉഖൂബഹ്. അല്ലാഹു നിങ്ങൾക്കുമേൽ ഹജ്ജാജിന് അധികാരം നൽകിയത് നിങ്ങൾക്കുള്ള ശിക്ഷയായിക്കൊണ്ടാണ്, നിങ്ങളുടെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. ഫലാ തുആരിദു ഉഖൂബത്തല്ലാഹി ബിസ്സൈഫ്. അല്ലാഹുവിന്റെ ശിക്ഷയെ വാളുകൊണ്ട് തടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. വലാകിൻ അലൈക്കും ബിസ്സകീനതി വത്തദർറു.
നിങ്ങൾ ഫിത്നയെ തടുക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ഇബാദത്ത് ചെയ്യുക, അവനിലേക്ക് താഴ്മ കാണിക്കുക, സമാധാനം കാണിക്കുക. ഫിത്നയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു എന്താണ് പറഞ്ഞത്? ലഅല്ലഹും യതദറഊൻ. ഫിത്ന ഉണ്ടായത് തന്നെ എന്തിനാണ്? അവർ താഴ്മ കാണിക്കാനാണ്. പക്ഷെ നമ്മൾ നാട്ടിൽ ഫിത്ന ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുന്നത്? ആളുകൾ വിചാരിക്കുന്നത് മുഷ്ടി ചുരുട്ടിയാൽ ഫിത്നകൾ അവസാനിക്കുമെന്നാണ്. അല്ലാഹ്, ഫിത്നകൾ മുഷ്ടി കൊണ്ട് മാറാൻ പോകുന്നില്ല. ഫിത്നകൾ മാറണമോ? അള്ളാഹുലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് മടങ്ങുക. ഫിത്നയുടെ അസറുകളിൽ, ഫിത്ന ബാധിച്ചതിന്റെ അടയാളങ്ങളിൽ പെടുന്ന മറ്റൊരു കാര്യം സർഫുന്നാസ് അനിൽ ഇൽമി വൽ ഉലമാ. ജനങ്ങൾ ഇൽമിൽ നിന്നും ഉലമാക്കളിൽ നിന്നും അകന്നു പോകലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുട്ടികളെ, ദീൻ പഠിക്കുന്നവരെ, ദീൻ പഠിക്കുന്നവരാണോ നിങ്ങളുടെ കാലഘട്ടത്തിലെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ, അഇമ്മത്തുകൾ, അവരുടെ ഇൽമിൽ നിന്ന് നിലക്കാത്ത പങ്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ വേറെ ഏത് ഷെയ്ഖ്മാരുടെ ദർസ് എന്തൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർക്ക് ഓരോ കാലഘട്ടത്തിലും അവർക്ക് ഇമാമുമാരുണ്ടായിട്ടുണ്ട്, ഇൽമിന് അതിന്റെ അഹ്ലുകാരുണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക് നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടവും നിങ്ങൾ എടുത്തു നോക്കൂ. ഹസനുൽ ബസ്രി, അൽ ശഅബി, സുഹ്രി, ഇമാമിങ്ങളുടെ കാലം എടുത്തു നോക്കൂ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ശാഫിഈ, ഉലമാക്കൾ അവർ ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർക്ക് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, അഹ്ലുസുന്നത്തിന്റെ ഇമാമുമാർ. നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചു അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ, അവരുടെ നേതാക്കന്മാരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉലമാക്കൾ, പ്രായം ചെന്ന ദീനിനു വേണ്ടി സേവനം അനുഷ്ഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, ഉലമാക്കൾ. സുബ്ഹാനല്ലാഹ് സഹോദരങ്ങളെ, ഈ പണ്ഡിതന്മാരുടെ ഇൽമിൽ നിന്ന് നിലക്കാത്ത പങ്ക് നിങ്ങൾക്കുണ്ടാകണം. എന്താ നിലക്കാത്ത പങ്ക് ഞാൻ പറയാൻ കാരണം, എപ്പോഴെങ്കിലും ഒരു ഫത്വ ഫൗസാന്റെ നോക്കി, എപ്പോഴെങ്കിലും ഒരു ഫത്വ എങ്ങനെ നോക്കി, അങ്ങനെയല്ല. ദീൻ പഠിക്കുന്നോ, ഉലമാക്കളുടെ ഇൽമിൽ നിന്ന് നിനക്ക് എപ്പോഴും കുറഞ്ഞതാണെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. കുറച്ചാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കണം, കുറച്ചാണെങ്കിലും വായിച്ചു കൊണ്ടിരിക്കണം. ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ്. അതോടൊപ്പം നിങ്ങളുടെ മറ്റു ഉസ്താദുമാരുടെ ദർസുകൾ കേൾക്കുക, നിങ്ങൾ ഷെയ്ഖന്മാരുടെ ദർസുകൾ കേൾക്കുക. പക്ഷേ വലിയ ഉലമാക്കൾ, ഓരോ കാലഘട്ടത്തിലുമുള്ള ഇമാമുമാർ, അവരുടെ അരികിൽ നിന്നുള്ള ഇൽമുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. ബന്ധം തീരെ പോകരുത്. ചില ആളുകൾ ചിലപ്പോൾ പറയും, ഫൗസാൻ ഞാൻ അങ്ങനെ വായിക്കല്ല, അതിലെന്താ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നല്ലേ എന്ന് പറയുന്ന ആളുകളെ കാണാം. ചിലപ്പോൾ പഠിക്കുന്നതിന്റെ തുടക്കത്തിൽ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും. ചിന്തിക്കരുത്. ദീനിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാർ, ഓരോ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ, അവരുടെ ഇൽമിൽ നിന്ന് നിങ്ങൾക്ക് പങ്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറകതു മഅ അകാബിരിക്കും. അൽ ബറകതു മഅ അകാബിരിക്കും. ബറകത്ത് ആരോടൊപ്പമാണുള്ളത്? നിങ്ങളിലെ പ്രായം ചെന്ന അകാബിറുകളായ ഉലമാക്കളോടൊപ്പമാണ്. ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ വലിയ ആലിമാണ് എന്ന് പറയപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ അയാൾക്കുണ്ടാകണം. പൊതുവെയുള്ള കാര്യമാണ്. ഒന്ന്, അയാൾക്ക് ഇൽമിൽ നിന്ന് വലിയ പങ്കുണ്ടായിരിക്കണം. ഇൽമിൽ നിന്ന് വലിയ പങ്കുണ്ടായിരിക്കണം. ചില ഉലമാക്കൾ എന്ന് പറയപ്പെടുന്നവരെ നോക്കിയാൽ നിങ്ങൾ അവരുടെ കിതാബുകൾ, വലിയ ഓളിലൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം ഒരേ വിഷയം തന്നെ. അതിന് നിസ്കാരം, അല്ലെങ്കിൽ ജിഹാദ്, അല്ലെങ്കിൽ ഭരണം, അല്ലെങ്കിൽ രാഷ്ട്രീയം. ഇത് ഉലമാക്കളുടെ രീതിയല്ല. ദീൻ കിതാബു തഹാറ മുതൽ എവിടെ വരെയുണ്ട്? ഇഖ്റാർ വരെയുണ്ട്. ദീൻ കിതാബു സ്വലാത്തിൽ അവസാനിക്കുന്നില്ല. ദീൻ കിതാബുൽ ജിഹാദിൽ അവസാനിക്കുന്നില്ല. ചില ആളുകൾ ആലിം എന്ന് പറഞ്ഞാൽ ജിഹാദിനെ കുറിച്ചൊക്കെ പറയും, അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കും. ഇതൊന്നല്ല അടയാളം. അല്ലെങ്കിൽ ഭയങ്കര പ്രസംഗം കേട്ടിരുന്നു പോകും.
ഇതൊന്നുമല്ല ഇൽമിന്റെ അടയാളം. ഇൽമിന്റെ അടയാളം ഖാല അല്ലാഹു വഖാല റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്ന ഉലമാക്കൾ, ദീനു പഠിപ്പിച്ചു നൽകുന്ന ഉലമാക്കൾ, അവർക്ക് ഇൽമിൽ നിന്ന് വലിയ പങ്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, അവർക്ക് പ്രായമുണ്ടാകും. പൊതുവെ ഉള്ള അടയാളമാണിത്. അവർക്ക് പ്രായമുണ്ടാകും. താടി നരച്ച ആളുകളായിരിക്കും. ദീനിൽ വർഷങ്ങളോളം നിലനിന്ന് താടി നരച്ചതാണ്, വെറും താടി നരച്ചതല്ല. ഒരിക്കൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം മസ്ജിദിലേക്ക് കയറി വന്നപ്പോൾ ഒരു മനുഷ്യനതായിരിക്കുന്നു, വലിയ താടിയുണ്ട്, വലിയ തലക്കെട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ പണ്ഡിതനെ പോലെയുണ്ട്. അബു ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ അടുത്ത് പോയി സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചപ്പോൾ ദീനിൽ ബന്ധപ്പെട്ട എന്തോ ഒരു വലിയ ഒരു അബദ്ധം പറഞ്ഞു. അബൂ ഹനീഫയാകട്ടെ ബഹുമാനത്തോടു കൂടിയാണ്, കാലൊക്കെ വളരെ അദബോടു കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഇയാളുടെ ഈ അബദ്ധം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ ഹനീഫക്ക് കാലിൽ നീട്ടാനുള്ള സമയമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇൽമ് എന്നത് നേർച്ച താടിയുമെന്ന് മാത്രം കാണാൻ പറ്റുന്നതല്ല. ഇൽമ് ഉണ്ടാകണം. അതോടൊപ്പം ഇൽമിൽ കാലങ്ങളോളം ചിലവഴിച്ചത് കാരണത്താൽ അങ്ങനെ താടി നരച്ച ആളുകളായിരിക്കണം. ദീനിൽ കാലങ്ങളുടെ പരിചയ സമ്പത്ത്, സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. കിതാബിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല. കിതാബിൽ നിന്ന് മാത്രം കിട്ടാത്ത കാര്യമാണത്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടു കാര്യം പറഞ്ഞു. ഒന്ന് ഇൽമുണ്ടാകണം, 2 വയസ്സുണ്ടാകണം. മൂന്നാമത്തെ കാര്യം ഷറഫുണ്ടാകണം. ജനങ്ങൾക്കിടയിൽ അവർക്ക് ഇൽമിൽ സിയാദത്ത്, നേതൃത്വമുണ്ട് എന്നത് പൊതുവെ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമായിരിക്കും. ഏതോ ഒരു നാട്ടിൽ ഏതോ കുറച്ച് ആളുകളുടെ ഇടയിൽ അങ്ങനല്ല. ഒരു പണ്ഡിതൻ, അദ്ദേഹം വലിയ ഒരു ആലിമാണ് എന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് അല്ലാഹു ലിസാനു സിദ്ഖ് നൽകുക എന്നത്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ സ്ഥാനം നൽകുക എന്നത്. കാരണം അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, ദീൻ അതിന് വിജയം നൽകാതിരിക്കുകയില്ല. ഹദീസിൽ എന്താ ഉള്ളത്? ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ളാഹിരീന അലൽ ഹഖ്, അവർ സത്യത്തിനു മുകളിൽ ളാഹിരീൻ, പുറമേക്ക് പ്രകടമായ വിജയം അവർക്കുണ്ടായിരിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും അഹ്ലുസുന്നത്തിന്റെ സ്വഭാവമാണ്. അവർക്ക് ഭൗതികമായ വിജയമില്ലെങ്കിൽ കൂടി തെളിവുകൾ കൊണ്ടുള്ള വിജയം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ഒരു കാലഘട്ടത്തിലും ഇല്ലാതിരിക്കില്ല. അവരുടെ തെളിവ് ശക്തമായി പുറത്തേക്ക് പ്രകടമാകും. ചിലപ്പോൾ ഈ തീവ്രവാദവും ഭീകരവാദവും പറയുന്ന ആൾക്കാർ, ഇത്തരം ചിന്താഗതികളിലേക്ക് ജനങ്ങളെ നയിക്കുന്നവർ ചിലപ്പോൾ പറയും, ആലിമീങ്ങൾ, ഞങ്ങളെ ആലിമീങ്ങൾ, വലിയ ആലിമീങ്ങളുടെ പക്ഷമൊക്കെ ജയിലിലാണ്, അതുകൊണ്ട് അവരുടെ സംസാരമൊന്നും പുറത്തേക്ക് എത്തില്ല. ഇല്ല, അല്ലാഹ് ഏത് ജയിലിന്റെ ഉള്ളിലിട്ട് പൂട്ടിയാലും ഹക്ക് അള്ളാഹു പുറത്തേക്ക് എത്തിക്കും. ഏത് ജയിലിലിട്ട് പൂട്ടിയാലും ഈ ദീൻ ഒരിക്കലും, ഹക്കായ വടി ഒരിക്കലും ഏതെങ്കിലും ഇരുട്ടുമുറികളിൽ നിന്ന് മാത്രം കിട്ടാവുന്ന രൂപത്തിൽ അള്ളാഹു ബാക്കി വെക്കില്ല. ഈ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ദീൻ അതിന്റെ ഹക്ക് എപ്പോഴും വാഹിറായിരിക്കും. 3 കാര്യം എന്തൊക്കെ? 1 ഇൽമുണ്ടാകുക, 2 പ്രായം ഉണ്ടാവുക, 3 സ്ഥാനമുണ്ടാകുക. ഇൽമിന്റെ അഹ്ലുകാർക്കിടയിൽ, ദീനിന്റെ അഹ്ലുകാർക്കിടയിൽ അവർക്ക് സ്ഥാനം നൽകുക. ഈ 3ഉം ഉലമാക്കൾ, അകാബിറുകളായ പണ്ഡിതന്മാർ അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഉലമാക്കൾ, പണ്ഡിതന്മാർ അവരുടെ ദർസുകൾ കേൾക്കുക. കുട്ടികളെ, നിങ്ങൾ ഈ ദീന് പഠിക്കുന്നത് കൊണ്ട് പഠിക്കാത്തവരെക്കാൾ പ്രശ്നം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചില ആളുകൾ പറഞ്ഞു, ചില ആളുകൾ ദീൻ പഠിച്ച് അവസാനം ബിദ്അത്തുകാരനായി. ദീൻ പഠിക്കാത്ത, വിവരമില്ലാത്ത ജാഹിലീങ്ങളെക്കാൾ പിന്നീട് ദീനിന് ഉപദ്രവമായതാരാണ്? പഠിച്ചവനാണ്. കാരണം എന്താ? പഠിക്കാത്ത, വിവരമില്ലാത്ത ഒരുത്തൻ അവന് ആരെ വഴികേടിലാക്കാൻ സാധിക്കില്ല. പഠിച്ചോനോ? ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞ, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറയുന്ന യാതൊരു ബന്ധമില്ല. പക്ഷെ
ആളുകളെ വടികേടിലേക്ക് എത്തിക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, മക്കളെ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ ഒരിക്കലും നിങ്ങൾ വഴി തെറ്റരുത്. ശരിയായ ഉലമാക്കളിൽ നിന്ന് ദീൻ പഠിക്കാൻ, ശരിയായ ഉലമാക്കളിൽ നിന്ന് ദീൻ പഠിക്കാൻ. ഉസ്താദ്മാർ ദീൻ പഠിക്കുന്നപ്പം വലിയ വലിയ ഉലമാക്കൾ അവരുടെ ചെറിയ ചെറിയ കിതാബുകളെങ്കിലും തുറന്നു നോക്കുക. ഇപ്പൊ തൗഹീദ് പറയുന്ന ചെറിയ കിതാബുകളുണ്ട്, ഇബ്നു ബാസിന് കിതാബ്. നിങ്ങൾ അറബി കുറച്ച് മീസാനൊക്കെ പഠിച്ചില്ലേ ചില കുട്ടികൾ? മീസാൻ ജിനാസൊക്കെ ഇത് പഠിച്ചാൽ തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന, കുറച്ചൊക്കെ മനസ്സിലാവുന്ന കിതാബുകളുടെ കുറച്ച് വായിച്ചു നോക്കാം. ഉസ്താദിനോട് ചോദിക്കാം, ഉസ്താദ് ഇതെന്താ മനസ്സിലായില്ല. അതല്ലെങ്കിൽ ദർസുകൾക്ക് ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി എഴുതി വെക്കുക. ഉസ്താദ് എന്താ എൻ്റെ അർത്ഥം മനസ്സിലായില്ല. നിങ്ങൾ ദീൻ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ഇത് പണ്ഡിതന്മാരിൽ നിന്ന് ഒരാൾ അകന്നു പോവുക എന്നത് അയാളെ ഫിത്ന ബാധിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. എങ്ങനെ പണ്ഡിതന്മാരിൽ നിന്ന് അകന്നു പോവാ? പണ്ഡിതന്റെ തോളത്ത് കൈയിട്ട് നടന്നിട്ടാണ് ബന്ധം ഉണ്ടാക്കുക? അല്ല. പിന്നെ അവരുടെ ഇൽമുമായി നിനക്ക് ബന്ധമുണ്ടാകുക, അവരുടെ ഇൽമുമായി നിനക്ക് ബന്ധമുണ്ടാകുക. പണ്ഡിതന്മാർ അവരും മതവിദ്യാർത്ഥികളും തമ്മിലുള്ള പൊക്കിൽ കൂടി ബന്ധം ഇൽമിന്റെ ബന്ധമാണ്, സമ്പത്തിന്റെ ബന്ധമല്ല, ഇൽമിന്റെ ബന്ധമാണ്. ആ ബന്ധം ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, തസദ്ദുർ അസ്സുഫഹാ, വിഡ്ഢികൾ, വിവരമില്ലാത്ത വിഡ്ഢികൾ തലവന്മാരും നേതാക്കന്മാരുമായി മാറുക എന്നത് ഫിത്നയുടെ കാലഘട്ടത്തിന്റെ അടയാളമാണ്. ദീനിൽ യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ ചിലപ്പോൾ ദുനിയാവിലെ വലിയ വലിയ വിഷയങ്ങളെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നുണ്ടാവും. നിസ്കാരത്തിലെ ദിക്റിനെ കുറിച്ച് ചോദിച്ചാൽ അവൻ അറിയുന്നുണ്ടാവില്ല, നിസ്കാരത്തിന്റെ റുക്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അവന്റെ സംസാരം എന്തിനെ കുറിച്ചാ? ജിഹാദ്, യുദ്ധം ചെയ്യണം. അതിലെ ഇന്ന ഷെയ്ഖ്, ഇന്ന ആലിം മുബ്തദിഅൻ, അവൻ ആലിമിന്റെ പേര് എഴുതാൻ അറബിയിൽ എഴുതാൻ പറഞ്ഞ ചിലപ്പോൾ എഴുതാറുണ്ടാവില്ല. അത്ര വിവരമില്ലാത്തവനാണ് വലിയ വലിയ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. തസദ്ദുർ സുഫഹാ, വിഡ്ഢികൾ, കാര്യങ്ങളുടെ വരും വരായികകൾ നോക്കാതെ എന്തിലും ഏതിലും കയറി സംസാരിക്കാനായിരിക്കുന്ന ആളുകൾ നേതാക്കന്മാരാവുക എന്നത് ഫിത്നയുടെ കാലഘട്ടത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്ന വന്നാൽ ഈ പ്രശ്നം ജനങ്ങൾക്കിടയിൽ പൊതുവുണ്ട്. അതുകൊണ്ടാണ് ഉതൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഫിത്നതു ഇദാ വഖഅത് അജസ അൽ ഉഖലാഉ ഫീഹാ അൻ ദഫഇ സുഫഹാ. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ വിഡ്ഢികളെ തടയാൻ വിവരമുള്ളവർക്ക് വരെ സാധിക്കുകയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊതുവെ നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കിടയിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാവാനല്ല, വൈറലാവുക, ആളുകൾക്കിടയിൽ ഒച്ചുണ്ടാക്കുക, തർക്കമുണ്ടാക്കുക, കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഇങ്ങനെ ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കുക എന്നതല്ല, അങ്ങനെ ആകാൻ പാടില്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സമാധാനത്തിൽ ജനങ്ങൾ ദീന് പഠിക്കണം. സമാധാനം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, സമാധാനമുണ്ടെങ്കിൽ ആളുകൾ ഹക്ക് സ്വീകരിക്കുള്ളൂ. ആകെ ഒച്ചയും വിളിയാണെങ്കിലോ മാന്യതയുള്ള ഒരാൾക്കും ആ സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പൊതുവെ സാധിക്കുകയില്ല. നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കും, സംസാരിക്കാൻ പറ്റും. ലൂര് ഒച്ചുണ്ടാക്കിയാലോ? കുറച്ച് വിവരമുള്ള ഒരുത്തരാണെങ്കിൽ എന്താ ചെയ്യാ? മിണ്ടാതിരിക്കും. എല്ലാവരും ഒച്ചുണ്ടാക്കുന്നതിനിടയിൽ പോയിട്ട് ഒച്ചുണ്ടാക്കിയാൽ ചന്തയിൽ അങ്ങാടിയിൽ സംസാരിക്കുന്ന പോലെയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇയ്യാകും വഹൈശാത്ത് അസ്വാഖ്, അങ്ങാടികളിൽ ഉണ്ടാക്കുന്ന അട്ടഹാസങ്ങൾ, ഒച്ചവിളികൾ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങാടിയിൽ എത്തിയാൽ അവിടുത്തെ സ്വഭാവമാണ്, അവിടെ വരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പൊ ദീനിന്റെ സ്ഥലത്തോ ദീൻ ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല. ദീൻ ഒരിക്കലും, ചില ആളുകൾ ഇപ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന രീതി, ആളുകൾക്ക് അറിയപ്പെടണം, പ്രസിദ്ധി ഉണ്ടാക്കണം. സഹോദരങ്ങളെ, ഒരിക്കലും പ്രസിദ്ധി ജനങ്ങൾക്കിടയിൽ ലഭിക്കുക എന്ന ഉദ്ദേശത്തോട് നീ പണിയെടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ നീ പറഞ്ഞു കൊടുക്കുക. 10 ആള് കേട്ടാലും
1000 ആൾ കേട്ടാലും 1,00,000 ആൾ കേട്ടാലും നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപോലെയായിരിക്കണം. ആളുകൾ അധികരിച്ചതുകൊണ്ട് നീ സന്തോഷിക്കുകയോ ആളുകൾ കുറഞ്ഞതുകൊണ്ട് നീ ദുഃഖിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇഖ്ലാസിൽ കുറവ് സംഭവിച്ചു എന്നതിന്റെ അടയാളമാണ്. സഹോദര, സലഫി ദഅവത്തിന്റെ അടിത്തറകളിൽപ്പെട്ടതാണ് ഈ ദഅവത്ത്. ഒരിക്കലും ഒച്ചയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ദഅവത്തല്ല, കുറേ ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ജനങ്ങൾ സമാധാന റാഹത്തിൽ ദീൻ പഠിക്കുക. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സ് ഉണ്ടായിരുന്നത്? സഹാബികൾ എങ്ങനെ ഇരുന്നിരുന്നത്? കഅന്ന അലാ റൂസിഹിം അത്തയ്ർ, പക്ഷികൾ അവരുടെ തലയിൽ ഇരിക്കുന്നത് പോലെയായിരുന്നു അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ ഇരുന്നത്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് തസദ്ദുറുൽ ഫുഖഹാ തസദ്ദുറുസ് സുഫഹാ, വിവരമില്ലാത്ത വിഡ്ഢികൾ അവർ നേതൃത്വങ്ങളിൽ മറ്റും എത്തുക എന്നതാണ്. സഹോദര, സഫീഹായി, അത് സഫീഹ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിൽ അവധാനതയില്ലാത്ത, വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന, കിട്ടുന്ന അവസരത്തിലെല്ലാം സംസാരിക്കുന്ന, നാവ് ചലിപ്പിക്കുന്നതിൽ ഒരു അവധാനതയും ഇല്ലാത്ത ആളുകൾ, അവരാണ് സുഫഹാക്കൾ. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞു, ബുദ്ധിമാന്മാർ അവരുടെ നാവ് പുറത്തേക്ക് വരുന്നതിന് മുൻപ് അവരുടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സുഫഹാക്കൾ തിരിച്ചാണ്, അവരുടെ നാവാണ് ആദ്യം പുറത്തേക്ക് വരിക, പിന്നെയാണ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. പറയേണ്ടതില്ലായിരുന്നു എന്നാലോചിക്കുക. എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ചിന്തിക്കാൻ, പറയേണ്ടതില്ലായിരുന്നു. സഫീഹിന്റെ അടയാളമാണത്. അല്ലാഹു മുസ്തആൻ. സഹോദരങ്ങളെ, സഫീഹാകാതിരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുട്ടികളാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതങ്ങളിൽ പല പോരായ്മകളുമുണ്ട്. പക്ഷെ അത് വലുതാവെന്ന് വെച്ചാൽ നന്നാവണം. നമ്മുടെ ഓരോ വർഷവും തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായതായി നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ, അതിന്റെ മുന്നത്തെ വർഷം ഇങ്ങനെ തന്നെ, മുന്നത്തെ വർഷം ഇങ്ങനെ തന്നെ. ഇങ്ങനെ തുടർന്നു പോകുന്നുവെങ്കിൽ നമ്മൾ പഠിച്ച ഇൽമു കൊണ്ട് നമുക്ക് എന്ത് ഫായദയാണുള്ളത്, എന്ത് ഉപകാരമാണ് അതുകൊണ്ട് ലഭിച്ചത്? ഒരു കാര്യമില്ല. അങ്ങനെ ആവരുത്, സഫീഹാകരുത്, വിഡ്ഢിയാകരുത്. നാലാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, അൽ-ഇൻതിഹാഉ ഇലൽ അവാഖിബിൽ മുർദിയഹ് വൽ മആലാത്തി സയ്യിഅ. ഫിത്ന ബാധിച്ചു എന്നതിന്റെ അടയാളമാണ് അതിന്റെ അവസാനത്തിൽ വേദനാജനകമായ പര്യവസാനങ്ങൾ അതിനുണ്ടായിരിക്കുക എന്നത്. ഒരു കാര്യം അത് ഫിത്നയായിരുന്നു എങ്കിൽ അതിന്റെ അവസാനത്തിൽ നമുക്ക് തോന്നും, നമ്മൾ ഖേദിക്കും. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ബോധമുള്ളവനാണോ ഖേദിച്ചിരിക്കും. അവൻ കുറച്ചെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഫിത്നയിൽ അകപ്പെട്ടവൻ കുറച്ചു കഴിഞ്ഞാൽ ആ ഫിത്നയിൽ അകപ്പെട്ടത് കൊണ്ട് അവന് യാതൊരു ഉപകാരവുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ദീനി ദഅവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും വ്യക്തമായ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം. തൗഹീദ്, സംശയം ഉണ്ടതില്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സംശയം ഉണ്ടതില്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റണം, സംശയം ഉണ്ടതില്? സലഫി മൻഹജ് പിൻപറ്റണം, സംശയം ഉണ്ടതില്? സവാബിത്തുകൾ, ഉസൂലുകൾ, അടിത്തറകൾ, സംശയമില്ലാത്ത കാര്യങ്ങൾ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം. കുറച്ചു കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സമാധാനം ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, പറഞ്ഞത് റാഹത്തുണ്ടാവും. അതല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടാൽ കുറച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഖേദിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തും. വേണ്ടാത്ത കാര്യം സംസാരിച്ചാൽ, വേണ്ടാത്ത കാര്യത്തിൽ ഒരാൾ സംസാരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അവന്റെ കൽബ് പ്രയാസത്തിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്നകളുടെ അടയാളത്തിൽപ്പെട്ടതാണ് പര്യവസാനം ബുദ്ധിമുട്ടാവുക എന്നത്. നിങ്ങൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, അശ്ശഈദു മൻ ഇത്തഅദ ബിഗൈരിഹി,
മറ്റുള്ളവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാണ് ബുദ്ധിമാൻ, യഥാർത്ഥ സൗഭാഗ്യവാൻ. ഫിത്നകൾ ബാധിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾ നോക്കുക. ഓരോ ഫിത്നകളും സമൂഹത്തിൽ ഉണ്ടായപ്പോൾ, ഓരോ തർക്കങ്ങൾ, ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഉണ്ടായതിനു ശേഷം അതിന്റെ പര്യവസാനം നിങ്ങൾ നോക്കൂ. ഉലമാക്കൾ വലിയ വലിയ പണ്ഡിതന്മാർ, അവരെ കുറിച്ച് മുബ്തദി, ഖാരിജി, മുർജി പറഞ്ഞിരുന്ന പല ആളുകളും സുബ്ഹാനല്ലാഹ് ദീൻ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിച്ച ആളുകൾ ഒന്നുമില്ലാതെ അല്ലാഹു അലൈഹി നിസ്കരിക്കുന്നുണ്ടോ എന്ന് വരെ ആളുകൾക്ക് സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് ചില ആളുകൾ എത്തിപ്പെട്ടു. സംസാരിക്കും, ശ്രദ്ധിക്കുക, നിനക്ക് ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. അവനവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കാതിരിക്കുക എന്നത്, അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുക എന്നത് ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്. വേണ്ടാത്തത് സംസാരിക്കാതിരിക്കുക, നിനക്ക് വ്യക്തമായ ബോധ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക. ഇത് നിനക്ക് പരലോകത്ത് ഉപദ്രവം ചെയ്യും, നിന്റെ ദുനിയാവിൽ തന്നെ നിനക്ക് ഉപദ്രവം ചെയ്യും. സുബ്ഹാനല്ലാഹ്, ശബ്ദമുറക്കാത്ത ചെറിയ മക്കൾ വരെ ചിലപ്പോൾ എന്തുമല്ല ഏതോ നാട്ടിൽ കിടക്കുന്ന പണ്ഡിതന്മാർ, അവരെ കുറിച്ച് ഈ നാട്ടിൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ അറിയണ്ടാവില്ല. അയാളിങ്ങനെയാണ്. എന്ത് പ്രയോജനമാണ് നിനക്ക് ഇതുകൊണ്ടുള്ളത്? ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ കേട്ട് പരിചയമുള്ള ആൾക്കാരെ കുറിച്ച് നീ പറയുന്നെങ്കിൽ എന്തൊരു അർത്ഥണ്ടേ? ഒരാൾക്കും അയാളെ കുറിച്ച് അറിയണ്ടാവില്ല. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? എന്നിട്ട് അവസാനം സഹോദര ഖേദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. കുട്ടികളെ, സഹോദരൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ഇതുപോലെ ഒരു ഉസ്താദ് ഒരു വലിയ ശൈഖിനെ കുറിച്ച് വലിയ അപരാധം പറഞ്ഞില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിക്കാത്തൊരു വാക്ക് പറഞ്ഞു. ആ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് എത്ര വയസ്സായി? എന്റെ വയസ്സ് 20 വയസ്സായി. ഈ പറഞ്ഞ പണ്ഡിതന് മരിച്ചുപോയാണ്. ഇദ്ദേഹം നീ ജീവിച്ച 20 വർഷമാണെങ്കിൽ അദ്ദേഹം നീ ജീവിച്ചതിന്റെ ഇരട്ടി വർഷങ്ങൾ ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തയാളാണ്. ഇരട്ടി വർഷം. എങ്ങനെ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഒരു പേജ് പഠിച്ചു തീർത്തത്? ഭയങ്കര എളുപ്പമുണ്ടോ? നോക്കിയപ്പോ തന്നെ ഓർമ്മ വന്നോ? അല്ല, ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ പഠിച്ചത്? ഇങ്ങനെ ഹദീസുകൾ പഠിച്ചത് ബുദ്ധിമുട്ടിയിട്ടല്ലേ പഠിച്ചത്? എങ്ങനെയാണ് ലുഗത്ത് പഠിച്ചത്? നിങ്ങൾ പഠിക്കാത്തൊരു ഭാഷ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? നഹ്വിന്റെ ഖാഇദ പഠിക്കാനും സർഫ് പഠിക്കാനും എന്ത് ബുദ്ധിമുട്ടിയിട്ടുണ്ട്? നോക്കൂ, നിങ്ങൾ ഇൽമിന്റെ ആരംഭങ്ങൾ പഠിക്കാൻ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസമാണിത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചീത്ത പറയുന്നവനെ 5 ദിവസം ഇരുത്തി പഠിപ്പിച്ചു നോക്കുക. അവന് മനസ്സിലാവും ഈ എടുക്കുന്ന പണിയുടെ വലുപ്പം എന്താണ്. ഞാൻ ഈ കഷ്ടപ്പെട്ട് നീ ഇത്രയും പഠിക്കുന്ന ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ്. ഈ പഠിച്ചതിന്റെ ഇരട്ടി പഠിച്ച ആളുകൾ, എന്നിട്ട് അത് ഗ്രന്ഥങ്ങളാക്കി വാള്യങ്ങളായി രചിച്ചു വെച്ച ആളുകൾ, ഈ ഉലമാക്കളെ കുറിച്ചാണ് നിന്റെ ഒരു നാവിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് അയാളുടെ ഒരു സാധനം തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ നീ ജനങ്ങളെ അകറ്റുന്ന. നീ ആരെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണ്ടേ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്തിനാണ് പരലോകത്ത് നിന്റെ എതിരാളികളുടെ സ്ഥാനത്ത് നീ ഏറ്റവും നല്ല ആൾക്കാരെ തന്നെ കൊണ്ടുപോയി നിർത്തുന്നത്? പരലോകത്തൊരു സാധാരണ ഒരു മുസ്ലിം നിന്റെ എതിരാളിയായി വരുന്നത് എത്ര വലിയ അപകടമുള്ള കാര്യമാണ്. നീ ആകട്ടെ എതിരാളികളായി മുന്നിൽ വെക്കാൻ പോകുന്ന വലിയ ആലിമീങ്ങളെയാണ്, പണ്ഡിതന്മാരെയാണ്. നീ ചിന്തിക്ക്, നീ പറയുന്നതിന് മുൻപ് ആലോചിച്ചു നോക്ക്. ഈ കേരളത്തിൽ ഇതിരുന്ന് സംസാരിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഫായിദ എന്താ? ആകെ 5 or 10 ആളുകളുണ്ടാവും ഈ പറഞ്ഞ ഷേഖ്മാരുടെ പേര് അറിയുന്ന മൊത്തം ആൾക്കാരെടുത്ത. ബാക്കി ഇത്രയും മനുഷ്യന്മാരുണ്ട്, ഇവർക്കൊന്നും ഇത് അറിയുന്നില്ല. ഒരു മനുഷ്യർ കാര്യം സംസാരിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ഫായിദ, എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചിന്തിക്കണ്ടേ? എവിടെയോ കിടക്കുന്ന ഉലമാക്കളെ ചീത്ത പറയാം. ചില ആളുകൾ മരിച്ചുപോയവരാണ്.
എന്നിട്ട് നീ ഇതൊക്കെ ഇനി കുറച്ചു കാലം കഴിഞ്ഞ് തിരുത്തി. എത്ര ആളുകൾ തിരുത്തി? ഞങ്ങൾ വിശ്വസ്തരായ ആളുകളുടെ വാക്ക് കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാർ എത്ര പേര് തിരുത്തി? ഈ മരിച്ചുപോയ ആൾക്കാരെ ഖബറിന്റെ അടുത്ത് പോയി നിനക്ക് പൊറുക്കലും ചോദിക്കാൻ പറ്റുമോ? നിന്റെ അടുത്ത് നിന്ന് എത്ര ആളുകൾ ഈ വാക്കുകൾക്ക്? സഹോദര, കുട്ടികളെ, മക്കളെ, ഒരിക്കലും അവനവന്റെ നാവിന് പൊന്താത്ത വർത്താനം പറയരുത്. സംസാരിക്കുമ്പോൾ പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കുന്ന പ്രത്യേകിച്ചു നന്നായി ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. അവനവന് എത്തേണ്ട സ്ഥാനം എത്തുന്നതിന് മുൻപ് സംസാരിക്കരുത്. നന്നായി ശ്രദ്ധിക്കണം. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അദബ് പാലിക്കേണ്ട കുട്ടികൾ, മര്യാദകൾ പാലിക്കേണ്ട കുട്ടികൾ, അവർ സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനത്തിൽ ഖേദകരമായ പര്യവസാനങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റുള്ളവരെ നോക്കുക. ഇതിലകപ്പെട്ട് പുറത്തിറങ്ങിയ ആളുകളെ കുറിച്ച് നോക്കുക. അവരനുഭവിക്കുന്ന പ്രയാസം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര വലിയ അബദ്ധത്തിലാണ് ചാടിപ്പോയത്. ഇബ്നു അസാക്കിർ അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണ്. ലുഹൂമുൽ ഉലമാ മസ്മൂമ, ലുഹൂമുൽ ഉലമാഇ മസ്മൂമ വസുന്നത്തുല്ലാഹി ഫീമൻ ഇൻതഹകഹാ മഅലൂമ. പണ്ഡിതന്മാരുടെ മാംസം വിഷം പുരണ്ടതാണ്. എന്താ പറഞ്ഞതിനർത്ഥം? അവരുടെ ഗീബത്ത് പറയുന്നത് മറ്റുള്ളവരുടെ ഗീബത്ത് പറയുന്ന പോലല്ല. അത് ഭക്ഷിക്കുന്നവൻ വിഷമുള്ള മാംസം കഴിക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ തന്നെ കഴിക്കുന്നത് മനുഷ്യന്റെ മാംസമാണ്, അതിനൊപ്പം അതിൽ വിഷം കൂടി ഉണ്ടെങ്കിലോ? വസുന്നത്തുല്ലാഹി ഫീമൻ ഇൻതഹകഹാ മഅലൂമ. അല്ലാഹു സുബ്ഹാനഹു വതആല പണ്ഡിതന്മാർക്കെതിരെ സംസാരിച്ചവർ അവരുടെ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം എന്താണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ്. അബൂ സുർഅത്ത് അർ-റാസി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ, നിങ്ങൾക്കറിയാം, അദ്ദേഹം മുഹദ്ദിസാണ്, ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം ഹദീസ് വിജ്ഞാനത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അറിയപ്പെട്ടതാണ്. അബൂ സുർഅത്ത് അർ-റാസി അദ്ദേഹം ഒരിക്കൽ തന്റെ സദസ്സിൽ ഇരിക്കവേ ഹദീസിന്റെ റാവിമാരിൽപ്പെട്ട ഒരാളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ദഈഫ്. നിങ്ങൾക്കറിയാം, ഹദീസിൽ ഒരാളെ കുറിച്ച് ദഈഫ് എന്ന് പറഞ്ഞാൽ അയാളുടെ ദീന് മോശമാണ് എന്നതിന് അർത്ഥമില്ല. ഒരു റാവി ദഈഫാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്തർത്ഥമല്ല? റാവി മോശക്കാരനാണ് എന്നതിന് അർത്ഥമില്ല. അയാളുടെ ഹദീസ് സ്വീകരിക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ അത്ര നല്ല ഓർമ്മയുള്ള ആളായിക്കൊള്ളണമെന്നില്ല. ഹദീസുകൾ രേഖപ്പെടുത്തിയ അബദ്ധമുണ്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടൊരു റാവിയെ കുറിച്ച് ദഈഫ് എന്ന് പറയും. ദഈഫ് എന്ന് പറഞ്ഞാൽ ആള് മോശക്കാരനാണെന്ന് അതിന് അർത്ഥമില്ല. അദ്ദേഹത്തിന് മുൻപിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അബൂ സുർഅ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഖന്തറ സ്വർഗത്തിന് നരകത്തിനുള്ള സ്ഥലമാണ്, അത് കടന്നാൽ ഒരാൾ വിജയിച്ചു എന്നാണ്, സ്വർഗത്തിലേക്ക് എത്തിയെന്ന്. വർഷങ്ങൾക്ക് മുൻപ് ഖന്തറക്കപ്പുറം കാലെടുത്തു വെച്ചയാൾ, അയാളെ കുറിച്ചായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ദഈഫ് എന്ന വാക്ക് പറഞ്ഞത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അബൂ സുർഅ അദ്ദേഹം ധാരാളം സമയം ഇരുന്ന് കരഞ്ഞു എന്നാ. നോക്കൂ, അബൂ സുർഅ അദ്ദേഹം ചെയ്തത് ദീനിന് വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തത്. റാവിമാരെ വിലയിരുത്തുക എന്ന ഇൽമ് അത് വലിയ സേവനമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ഹദീസിന്റെ റാവിമാരെ വിലയിരുത്തുക എന്ന വിജ്ഞാനം. ഒരു വലിയ പണ്ഡിതനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു റാവിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ ആ സംസാരത്തിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടായിരിക്കുമോ എന്ന പേടി കൊണ്ട് അദ്ദേഹം കരയാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? എത്ര ലളിതമാണ് നമുക്ക് ആളുകളെ കുറിച്ച് സംസാരിക്കാന്നുള്ളത്. സഹോദര, ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിനക്ക് വ്യക്തമായ ഉറപ്പുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിൽ നന്നായി ചിന്തിക്കുക. പറയാൻ എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം
ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കേണ്ടെന്നാണോ? ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ദീന് അതിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുന്നവർക്കെതിരെ സംസാരിക്കരുത് എന്നാണോ? അല്ല, വല്ലാഹി അങ്ങനെ ഒരു ഉദ്ദേശം അതിനില്ല. അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, ദീന് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ദീനിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് മറുപടി പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നീ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്ക, നീ പറയുന്നതിന് വ്യക്തമായ തെളിവുണ്ടോ, അള്ളാഹുവിന്റെ അരികിൽ നിനക്ക് ന്യായമുണ്ടോ എന്ന കാര്യം നീ ചിന്തിക്കുക. അല്ലാതെ പറയരുത്. അല്ലാതെ പറയുന്നത് നിനക്ക് പരലോകത്ത് ഉപദ്രവം ചെയ്യും. നിന്റെ പരലോകം നഷ്ടപ്പെടും, ദുനിയാവ് നഷ്ടപ്പെടുന്നതിന് മുൻപ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, മനോഹരമായ വാക്കുകൾ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, അതിക്രമികളുടെ അവസ്ഥ എന്താണ്? അവൻ സമാധാനമായി രാത്രിയിൽ കിടന്നുറങ്ങുന്നു, പക്ഷേ അവന്റെ അതിക്രമം ഏറ്റുവാങ്ങിയവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിന്റെ മുൻപിൽ കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അവന്റെ അവസ്ഥ? അവിടെ ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത് ചിന്തിക്കുന്നില്ലേ? അവർക്കെതിരെ ആളുകൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നന്നായി ചിന്തിക്കും. ഞാൻ പറയുന്നത് പറയരുത് എന്നല്ല, പറയാൻ അർഹതയുണ്ടോ പറയണം, പക്ഷെ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണം, നന്നായി പരിശോധിക്കണം. എന്റെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് റിയാ കടന്നു വരാൻ സാധ്യതയുള്ള വിഷയമാണിത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇഖ്ലാസ് ശ്രദ്ധിക്കാൻ 5 വഴികൾ എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് കണ്ടാൽ എത്ര ആൾക്കാർ തുറന്നു നോക്കും? എന്നാൽ ഇന്ന ആൾക്കിതാ ഞെട്ടിപ്പിക്കുന്ന മറുപടി എന്ന് കണ്ടാലോ മിക്ക ആളുകൾ തുറന്നു നോക്കും. മറുപടികൾ പൊതുവെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. ആളുകൾ ചിലപ്പോൾ പറയല് പിന്നെ ഹവയാണ്, ദേഹേച്ഛയാണ്, അതുകൊണ്ടാണ് ഇവന് ആളുകൾക്ക് മറുപടി പറയാത്തത്. പലപ്പോഴും ആളുകൾക്ക് മറുപടി പറയുക എന്നത് ഹവ കൊണ്ടുണ്ടാകാം, ദേഹേച്ഛ കൊണ്ടുണ്ടാകാം. എന്താ മറുപടി പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കേൾക്കും. വേറെ ആൾക്കാരെ കുറ്റം കേൾക്കാൻ പൊതുവെ ജനങ്ങൾക്ക് താല്പര്യമാണ്, അത് കൂടുതൽ കേൾക്കും. അതുകൊണ്ട് സഹോദരൻ, നീ മറുപടി പറയുന്നു എന്നതിലോ പറയാതിരിക്കുന്നു എന്നതിലോ അല്ല ഹവയുള്ളത്. അള്ളാഹുവിനെ സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നീ അത് ചെയ്യുന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വഴിയിലാണോ നീ അത് ചെയ്യുന്നത്, അതിലാണ് കാര്യമിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഫിത്നകളുടെ അടയാളങ്ങളിൽ ഞാനിപ്പോ ഈ കിതാബിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ തലക്കെട്ടുകൾ മാത്രമാണ് വായിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, മൻ ദഖല ഫിൽ ഫിതനി ഇൻഹത്ത ഖദ്റുഹു, ആരെങ്കിലും ഫിത്നയിൽ പ്രവേശിച്ചാൽ അവന്റെ സ്ഥാനം ഇടിയുന്നതാണ്. ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ അവന്റെ സ്ഥാനം താഴുന്നതാണ്. ജനങ്ങൾ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ദീനുള്ള ആളുകളാണ്. ദീനില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കിടയിൽ സ്ഥാനമുള്ള പലരുമുണ്ട്. ആ സ്ഥാനങ്ങൾ അവർക്ക് പരലോകത്ത് ഉപകാരപ്പെടാനില്ല. ദീനുള്ള ആളുകൾ, അവർക്കിടയിൽ ഒരാളുടെ സ്ഥാനം തീർത്തും വിസ്മരിക്കപ്പെടുക എന്നത് ഒരാൾ ഫിത്നയിൽ പ്രവേശിച്ചതിന്റെ അടയാളമാണ്. ചരിത്രത്തിൽ അതിന് അനേകം സംഭവങ്ങൾ കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹത്താ യർഹമ അലൈഹിന്നാസ്, ചില ആളുകൾ ഫിത്നയിൽ പ്രവേശിച്ച് ചിലർ രഹസ്യങ്ങളിലെ തിന്മകൾ കാരണത്താൽ രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്തിട്ടുണ്ടാവും. അവസാനം വലിയ പണ്ഡിതനായി ജീവിച്ച ആളായിരിക്കും. അവസാന കാലമെത്തുമ്പോൾ ജനങ്ങൾ കാരുണ്യം കാണിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുന്ന സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ പൈസ കൊടുത്ത്, ആളുകളെ സംഭാവന കിട്ടി, ജനങ്ങളോട് കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ചിലരെത്തിപ്പെടും. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിലുള്ള ഫിത്നകൾ കുടിച്ചെടുത്തത് കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്നയിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിക്കും. സത്യവാന്മാരെയും തിരിച്ചറിയാൻ സാധിക്കും, കള്ളന്മാരെയും തിരിച്ചറിയാൻ സാധിക്കും.
ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഫിത്നയുടെ ലക്ഷ്യമായി പറഞ്ഞ കാര്യം എന്താണ്? ലിയുമയ്യിസ അല്ലാഹു ബിഹി അൽ ഖബീസ മിന അത്തയ്യിബ്. ലിയമീസ അല്ലാഹു ബിഹി അൽ ഖബീസ മിന അത്തയ്യിബ്. നല്ലവനാരാണ് ചീത്തവനാരാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫിത്നകൾ. ഫിത്ന എന്ന പദത്തിൽ തന്നെ ഈ അർത്ഥമുണ്ട്. അറബിയിൽ സ്വർണം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? സ്വർണം തീയിലിട്ടിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് കച്ചറ പുറത്തേക്ക് കളയും. സ്വർണം മാത്രം വേറിട്ട് എടുക്കും. സ്വർണം വൃത്തിയാക്കുക അങ്ങനെയാണ്. സ്വർണത്തിനുള്ളിൽ കയറിയിട്ടുള്ള മറ്റു ലോഹങ്ങൾ, മറ്റ് കച്ചറകളൊക്കെ പുറത്താക്കുന്നത് തീയിലിട്ടിട്ടാണ്. അതിന് ഫിത്ന എന്ന പദം അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ തീയിലിട്ട് അതിനെ ചൂടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കലർപ്പ് പുറത്തേക്ക് കളയാനും സ്വർണം വേറിട്ട് നിൽക്കാനുമാണ്. ഫിത്ന ഇതേ പണിയാണ് എടുക്കുന്നത്. ഫിത്നകൾ വൃത്തികേടുള്ളവരെ പുറത്തേക്ക് തള്ളും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലവരെ അത് വേറിട്ട് നിർത്തും. സാദിഖീങ്ങൾ അത് വേറിട്ട് നിർത്തും. സഹോദര, ഫിത്ന ഉണ്ടാകുമ്പോൾ കുഴപ്പങ്ങൾ സംഭവിക്കും. ഇളകരുത്. പഠിച്ച അസ്ലുകളിൽ നിന്ന് മാറരുത്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് കാലഘട്ടത്തിന്റെ ഫിത്നകളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ് തൗഹീദ്. നമ്മുടെ ദീനിൽ ഏറ്റവും ആദ്യത്തെ അസ്ല്, നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട അസ്ല് ഏതാ? തൗഹീദാണ്. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറുമെന്ന് ഷാരിയാന്ന് വിളിച്ചില്ലേ? എന്താ എങ്ങനെ? നിങ്ങൾ അങ്ങനെയല്ലേ ഇത്രയും കാലം പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, തൗഹീദ് ഒരിക്കലും ഇളകാൻ പാടില്ലാത്ത വൃക്ഷമാണത്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ചാഞ്ചാടാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ഇളക്കം തട്ടാൻ പാടില്ല. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ സഹോദരൻ, ഇങ്ങനെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ എന്ത് കാണുമ്പോഴും വിറച്ച് പേടിച്ചു വറക്കുന്ന അവസ്ഥയിൽ എത്തരുത്. അതിനാണ് ദീന് പഠിക്കുന്നത്. അല്ലോ ഇങ്ങനെ സംഭവിച്ചില്ല, ഇനി എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അള്ളാഹ് തീരുമാനിച്ചതാണത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് തെന്നിപ്പോകരുത്. ഏതെങ്കിലും കള്ള ഹദീസ് ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്നാൽ ഇബ്നു തൈമിയ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇബ്നുൽ ഖയ്യിം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇബ്നു തൈമിയ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുകൊണ്ട് ദീന് പൊളിയോ? ഇബ്നു തൈമിയയുടെ മുകളിലാണോ ദീന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഇബ്നുൽ ഖയ്യിമിന്റെ മുകളിലാണോ? അല്ല. ദീൻ ഖുർആനും സുന്നത്തുമാണ്, സഹിഹായ സുന്നത്താണ്. അതുകൊണ്ട് സഹോദര, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇളക്കം തട്ടരുത്. അതിനാണ് നിങ്ങൾ കിതാബ് തൗഹീദ് പഠിക്കണം എന്ന് പറയുന്നത്. തൗഹീദ് നന്നായി പഠിക്കണം, സുന്നത്ത് നന്നായി പഠിക്കണം, നിങ്ങൾ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ ഓരോ ചെറുത് കേൾക്കുമ്പോഴത്തേക്കും ഇളകാൻ തുടങ്ങും. ഇളകും. അവസാനം ഫിത്നകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ അവൻ പെട്ടുപോകും. അവസാനം അവന്റെ വഴി മാറിപ്പോകും. അദ്ദേഹം പറഞ്ഞതുപോലെ ഫിത്ന സംഭവിച്ചാൽ ജനങ്ങളുടെ നിലവാരം മനസ്സിലാകും. നിലവാരമില്ലാത്ത അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആരുടെയും നിലവാരം കൊണ്ടല്ല ഇന്ന് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുക എന്നതാണ് ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആറാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഇസ്തിബാഹുൽ ഉമൂർ ഇഖ്തിലാത്തുൽ ഹഖ് ബിൽ ബാത്തിൽ. ഫിത്നകളുടെ അവസ്ഥകൾ പൊതുവെ കാര്യങ്ങൾ അവ്യക്തമാകുന്ന സന്ദർഭമാണ്. അപ്പൊ എന്ത് ചെയ്യണം? എന്താ കാര്യങ്ങൾ അവ്യക്തമായി ചെയ്യേണ്ടത്? ഒരു കാര്യം വ്യക്തതയില്ല, എന്തു ചെയ്യണം? വ്യക്തത ഉണ്ടാവുന്നില്ല, ആരോട് ചോദിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എന്തു ചെയ്യണം? എന്ത് ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ട? അങ്ങനെ അവസ്ഥ വന്നാൽ അടുത്ത സ്റ്റെപ്പ് എടുക്കരുത്, കാത്തു നിൽക്കാം, അനാത്ത് കാണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബിൽ ഖൈസ്
അദ്ദേഹം വഫ്തു അബുൽ ഖൈസ്, അബുൽ ഖൈസിന്റെ നിവേദക സംഘം മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. ദൂരെ നിന്ന് ആദ്യമായി റസൂലുള്ളാഹിയെ കാണാൻ വേണ്ടി വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എങ്ങനെ ഇരിക്കും പോവാ? അബുൽ ഖൈസിന്റെ നേതൃത്വത്തിലാണ് അവർ വന്നത്. മദീനയിലെത്തിയ ഉടനെ അബുൽ ഖൈസ് ഒഴികെയുള്ളവർ ഒട്ടകത്തിനൊക്കെ ഇട്ടെറിഞ്ഞ് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി ഓടിപ്പോയി. അബുൽ ഖൈസ് തന്റെ ഒട്ടകത്തിനെ കെട്ടി, അദ്ദേഹം പോയി ശരീരം വൃത്തിയാക്കി വസ്ത്രം മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫീക ലഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു. അബുൽ ഖൈസ്, നിന്റെ അരികിൽ രണ്ട് നല്ല സ്വഭാവമുണ്ട്, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമുള്ള സ്വഭാവമാണ്. എന്താണ്? അൽ ഹിൽമു വൽ അനാഹ്, ബുദ്ധിയും അവധാനതയുമാണ്. തിരക്ക് കൂട്ടിയില്ല. കാര്യങ്ങൾ അവ്യക്തമാണോ, കാത്തു നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ കാര്യം വ്യക്തമാവും. എപ്പോൾ തന്നെ ചാടി ചില ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാവും, നിലപാട് പറയൂ. ഇങ്ങനെ എല്ലാത്തിലും നിലപാട് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലും നിനക്കൊരു നിലപാടുണ്ടായിരിക്കണം അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട 3 ചോദ്യമുണ്ട്. എന്തൊക്കെ? മൻ റബ്ബുക മാ ദീനുക വൻ നബിയുക. ഉസൂലുകളാണ്, അടിത്തറകളാണ്. എല്ലാ കാര്യത്തിലും നിനക്ക് നിലപാടുണ്ടാകേണ്ടതില്ല. നിനക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത് വരെ അവധാനത സ്വീകരിക്കാം. എല്ലാത്തിലും സംസാരിക്കണമെന്നില്ല. ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളാണ്. നിങ്ങൾ എന്താ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കാതെ അങ്ങനെ എല്ലാത്തിലും സംസാരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഫിത്ന ഉണ്ടായി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ദാഇഷ് എന്ന് പറയുന്ന ISIS എന്ന് പറയുന്ന കക്ഷി ഉണ്ടായി. ഇവർ ഇറാഖിന്റെ പരിസരങ്ങളിൽ, അതുപോലെ തന്നെ ഈ സിറിയയുടെ പരിസരങ്ങളിൽ ഇവർ പൊട്ടിപ്പുറപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ന്യൂസ് വായിച്ചിരുന്ന ആളുകൾക്ക് അറിയാം, പ്രത്യേകിച്ച് കേരളത്തിൽ ഇവരെന്തോ ഔലിയാക്കന്മാരാണ് എന്ന രൂപത്തിലായിരുന്നു വാർത്തകൾ. ജാറം പൊളിക്കുന്നു, അക്ബറും പൊളിക്കുന്നു. അതിനോട് പുറമെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് നേഴ്സുമാരെ അവർ പിടിച്ചു വെച്ചു, ഭയങ്കരമായി സഹായിച്ചു. നാട്ടിലേക്ക് തിരിച്ചു കൊടുത്താൽ നാട്ടിലെ മുഖ്യമന്ത്രി വരെ പറഞ്ഞു വളരെ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞു. പത്രങ്ങളിലൊക്കെ വീരോതിഹാസം പാടി. ചില ആളുകൾ പറഞ്ഞാ ഇസ്ലാമിക ഖിലാഫത്ത് വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടായി. എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, ഞാൻ ഖലീഫയാണ്. പിന്നെ ഈ ചങ്ങാതിനെ കാണാനില്ല. അയാളിപ്പോ എവിടെയാണെന്ന് തന്നെ അറിയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഖലീഫ വന്നിട്ടില്ല. ഇത്ര ഒരു തമാശ കഥാപാത്രമായി മാറിയ ഒരാള് ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ദിവസം അയാൾ പ്രത്യക്ഷപ്പെട്ട ഞാൻ ഖലീഫ എന്ന് പറഞ്ഞു. ജനങ്ങളിൽ ഖലീഫ ഖലീഫ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കറുത്ത കൊടിക്കൂറകൾക്ക് കീഴിൽ ഒരു സംഘം വരും, ഇവരെന്നെയാണ്. അന്ന് ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, കാര്യങ്ങൾ അവ്യക്തമാണ് എന്ന് തോന്നിയപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നീ കുറച്ച് കാത്തിരിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഓരോ കാലഘട്ടത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. കുല്ലമാ ഖറജ ഖർനുൻ ഖുത, ഓരോ കൊമ്പ് പുറപ്പെടുമ്പോഴും അത് വെട്ടി നീക്കപ്പെടുന്നതാണ്. എത്ര കാലം നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു? 10 വർഷം കാത്തിക്കേണ്ടി വന്നോ? 5 വർഷം കാത്തിക്കേണ്ടി വന്നോ? ഇല്ല. 2-3 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു കാര്യം ഒരാളുടെ കേൾവിയിലും എത്താത്ത രൂപത്തിൽ അവസാനിച്ചു. കാത്തു നിൽക്കുക. പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങൾ അവ്യക്തമാകുമ്പോൾ ചാടിക്കേറി എല്ലാത്തിലേക്കും ചാടി വീഴരുത്. ഇതുപോലെ തന്നെയാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇദാ ഖറജൽ മഹ്ദി വമറ ബിക ഫീ അമാമി ബൈതിക, മഹദി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നിട്ട് മഹദി നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ നടന്നുപോയി എന്ന് വിചാരിക്കുക. ഫലാ തത്തബിഉഹു ഹത്താ യദ്ഹറ അംറുഹു, മഹദിയാണ് അദ്ദേഹം എന്ന് ജനങ്ങൾക്കെല്ലാം വ്യക്തമാകുന്നത് വരെ നീ അദ്ദേഹത്തെ പിൻപറ്റരുത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഫിഖ്, ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്.
മഹദി നിന്റെ വീടിന്റെ മുന്നിൽ കൂടെ നടന്നു പോയാലും പിൻപറ്റരുത്. ആള് മഹദി എന്നാണ് എന്ന് നിനക്ക് ഉറപ്പുവരുന്നത് വരെ, ജനങ്ങൾക്കിടയിൽ അത് പ്രത്യക്ഷപ്പെടുന്നത് വരെ. പോയത് ഒറിജിനൽ മഹദി തന്നെ ആയിരിക്കും. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ജനങ്ങൾ നോക്കൂ, എടുത്തുകാട്ടം നോക്കൂ. ഹൈദരാബാദിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു മഹദി ഉണ്ട്. എൻ്റെ അറിവ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചൊരു മഹദി ഉണ്ട്. പിൻപറ്റാൻ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. മഹദി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈസാ നബിയാണെന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് അറിയില്ല. നോക്കൂ നിങ്ങൾ, മിർജാ ഗുലാം അഹമ്മദ് ഖാദിയാനി ലഅനത്തുല്ലാഹി അലൈഹി, ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഒരു നുബുവത്തും കാണിക്കാൻ പറ്റാതെ അയാൾ അവസാനം പറഞ്ഞ അയാൾ നുബുവത്ത് മൂത്രവാർച്ചയാണെന്ന്. മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല. അത് അയാളുടെ വലിയ അത്ഭുത സംഭവമായിട്ടാണ് അയാൾ പറഞ്ഞത്. സഹോദരങ്ങളെ, ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, കാര്യങ്ങൾ അവ്യക്തമാകുമ്പോൾ കാത്തു നിൽക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ വ്യക്തത വരും. വ്യക്തത വരുമ്പോൾ നിനക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. എന്തിനും തിരക്കൂട്ടുന്നത്? നിനക്ക് അവ്യക്തമായ ഒരു കാര്യത്തിൽ അള്ളാഹു നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ശാന്തക്കാരൻ ഞാൻ പറഞ്ഞു വേഗം നിർത്താം. التغرير بالناشئة والشباب, ഫിത്നകളിൽ പൊതുവെ കാണപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് യുവാക്കൾ അവരെ ഇത് വഞ്ചനയിൽപ്പെടുത്തുക എന്ന്. യുവത്വം പൊതുവെ ചെറിയ പ്രായം എന്നത് 30 വയസ്സ് 25 വയസ്സ്, ഈ പ്രായം പൊതുവെ രക്തത്തിളപ്പിന്റെ പ്രായമാണ്. എടുത്തു ചാടാനുള്ള താല്പര്യം ശക്തമാകുന്ന കാലമാണ്. എന്നാൽ ആരോഗ്യം ഏറ്റവും ശക്തമാണ്. എന്നാൽ അനുഭവങ്ങളാകട്ടെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ കാലഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? ചില ആളുകൾ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലുള്ള മതവിദ്യാർത്ഥികൾക്കുള്ള പണി എന്താണ്? തർജ്ജമക്കാരന്റെ പണിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞ് തർജ്ജമ ചെയ്യാൻ നേരെ വാക്ക് തർജ്ജമ ചെയ്യാന്നല്ല, പറഞ്ഞ കാര്യം എത്തിച്ചു കൊടുക്കുക. അവനവനായി കാര്യങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യാൻ പറ്റിയ പ്രായമല്ലാതെ പൊതുവെ ചില ആളുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, വലിയ വലിയ പണ്ഡിതന്മാർ ചിലപ്പോൾ ചെറിയ പ്രായത്തിലുണ്ടായിരിക്കും. ഇബ്നു അബ്ബാസിനെ സംഭവിച്ചതുപോലെ. അത് ഒറ്റപ്പെട്ട സംഭവമാണ്. നീ ഇബ്നു അബ്ബാസ് ആണ് എന്ന് ഉടനെ ചാടിക്കയറി തീരുമാനിക്കരുത്. ഇബ്നു അബ്ബാസ് വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. സഹോദരങ്ങളെ, ചെറിയ പ്രായം, യുവത്വം എന്നത് പൊതുവെ എടുത്തുചാട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലമാക്കൾ അവരുടെ അടുക്കൽ നിനക്ക് അവ്യക്തമായ കാര്യങ്ങൾ ചോദിച്ചറിയുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനൊപ്പം നിൽക്കുക. ഇതാണ് ഈ സന്ദർഭത്തിൽ നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഹുദസാഉ അൽ അസ്നാൻ, അവർ ചെറിയ പ്രായക്കാരാണ് എന്നതാണ്. എട്ടാമത്തെ കാര്യം ഇദ്ആഫുൽ ഉഖുവൽ ഈമാനിയ വറാബിത അദ്ദീനിയ, ദീനിയായ സാഹോദര്യ ബന്ധം ഫിത്നകളിൽ പ്രവേശിച്ചാൽ തകർന്നു പോകും. എത്രയാണ് ഇത് നമ്മൾ കാണുന്നത്? പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ പാലിക്കേണ്ട അദബുകൾ വരെ ജനങ്ങൾ ഫിത്ന ബാധിച്ചാൽ മറന്നുപോകും. ഇന്നലെ വരെ ഹമീമാണ്, അടുത്ത കൂട്ടുകാരനാണ്. ഇന്ന് ഒരു ചോദ്യം ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ അവൻ ചിലപ്പോൾ എന്ത് ചെയ്ത് കളയും? എല്ലാ ബന്ധങ്ങളെയും വിസ്മരിക്കും. ചീത്ത പറഞ്ഞാണ്, എൻ്റെ അത്ര അടുത്ത കൂട്ടുകാരനായിരുന്നില്ലേ, എനിക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു, എന്താണ് നിനക്കിതിന് പറയാനുള്ളത് എന്നൊരു വാക്കെങ്കിലും ചോദിച്ചൂടെ? ഫിത്നകൾ സഹോദരങ്ങളെ, ഹൃദയങ്ങളിലെ ബന്ധങ്ങളെ തകർത്ത് കളയും. നിങ്ങൾ മനസ്സിലാക്കുക, പൊതുവെ പറയാം, സലഫികളായ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട അടിത്തറയാണ്. സഹോദരങ്ങളെ, ഇഖ്തിലാഫ് എന്നത്, ഐക്യമെന്നത്, അതാണ് അസ്ൽ.
അതാണ് അടിത്തറ. എന്താ അടിത്തറ? ചേർന്ന് നിൽക്കലാണ്, സഫ് ചേർന്ന് നിൽക്കലാണ്, മുസ്ലിമിനെ അടുപ്പിക്കലാണ്, മുസ്ലിമിനെ അകറ്റലല്ല. മുസ്ലിമിനെ അകറ്റലല്ല അസ്ല്, അടിത്തറ അതല്ല. അസ്ലന്റെ ഐക്യമാണ്. എന്താ അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അള്ളാഹുവിന്റെ കയറിൽ ഒരുമിച്ച് മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അസ്ലതാണ്, അടിത്തറ അതാണ്. എന്താണ് അള്ളാഹു പറഞ്ഞു? വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം ഭിന്നിച്ച് ചിതറിപ്പോയ ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. അസ്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് കെട്ടിടം പോലെയാണ്. അവന്റെ ഓരോ ഇഷ്ടിക കല്ലുകളും പരസ്പരം ബലം കൊടുക്കേണ്ടതാണ്. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ജസദിൽ വാഹിദ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ശരീരം പോലെയാണ്. എന്താ ഹദീസിലൊക്കെ പറഞ്ഞത്? മുസ്ലിം കണ്ടു കഴിഞ്ഞാൽ നീ ഏതാ ഗ്രൂപ്പ്, ഇന്ന ഗ്രൂപ്പ് ഇങ്ങനെ നോക്കണേ അല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരൻ മുസ്ലിമിനെ കാണുമ്പോൾ അവനെ സലീമായി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടു കൂടി സംസാരിച്ചു തുടങ്ങാൻ. ചില ആളുകൾ സംസാരം തുടങ്ങുന്നത് തന്നെ ഇവൻ ഏതിലാണെന്ന് അറിഞ്ഞിട്ട് വേണം പ്രസന്റ് ആക്കാൻ നിൽക്കാൻ. എന്താണ് നമ്മുടെ കൽബ് അങ്ങനെ ആവുന്നത്? ഒരു മുസ്ലിമിന്റെ ഖൈർ നീ ആഗ്രഹിക്കുക, പരലോകത്ത് കഷ്ടപ്പെടാൻ ആഗ്രഹിക്കല്ലേ. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അവൻ എന്തെങ്കിലും ഒരു വാക്ക് എതിരായി പറഞ്ഞ ഒരാൾ ഒരു അബദ്ധം പറയാൻ കാത്തു നിൽക്കാണ്. കിട്ടിയാൽ അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ചില ആളുകളെ കുറിച്ച് അദ്ദേഹത്തോട് അതിക്രമം ചെയ്ത ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവന് വേണ്ടി അള്ളാഹു പൊറുക്കലാണ് ചോദിക്കുന്നത്. അള്ളാഹു ഒരു മുസ്ലിമിനെ പരലോകത്ത് നരകത്തിൽ ശിക്ഷിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ലഭിക്കാനാണ്? ചില ആളുകൾ ഇസ്ലാമിൽ ഹജ്റില്ലേ, ഇസ്ലാമിൽ ആളുകൾ അകറ്റി നിർത്തേണ്ടതില്ലേ? ഹജ്ർ എന്ന കാര്യം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഹദീസുകൾ ഒന്ന് ഏതാ? തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ 3 ആളുകൾ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. നിങ്ങൾ കേട്ടില്ല സംഭവം? തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന് പോകാതെ 3 ആളുകൾ മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആളുകളോട്, എന്തുകൊണ്ട് യുദ്ധത്തിന് പങ്കെടുക്കാത്ത ആളുകളോട് കാരണം ചോദിച്ചറിഞ്ഞു. മുനാഫിക്കുകൾ കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഈ 3 ആളുകൾ അവർ സത്യം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ മടി കൊണ്ടുവരാതിരുന്നത്, ഒരു കാരണമില്ല, മടി കൊണ്ടുവരാതിരുന്ന സത്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആളുകളോട് സംസാരിക്കാൻ പാടില്ല, ഒരു വർത്തമാനവും പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൽപ്പന നൽകി. ഹജ്ർ പഠിപ്പിക്കുന്ന ഹദീസുകൾ ഒന്നാണ്. ആ ഹദീസ് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ർ ഏറ്റുവാങ്ങിയ സഹാബി വരെ, ഞാൻ മസ്ജിദിൽ നിസ്കരിക്കാൻ പോകും, ഞാൻ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്നെ നോക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അവിടുത്തെ നോക്കിയാൽ അവിടുന്ന് കണ്ണുമാറ്റും. അപ്പൊ നിങ്ങൾ ആളുകൾ ഇന്ന് അത്ഭുതം പറയാണ്, ഇസ്ലാമിന്റെ പേരിലുള്ള സാഹോദര്യം നിലനിർത്തിക്കൊണ്ടാണ് നീ ഒരാളെ തിരുത്തേണ്ടത് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അത്ഭുതം പറയാണ്. എങ്ങനെയത് ഇസ്ലാം പഠിപ്പിച്ചതാണത്. ഇസ്ലാമിന്റെ പേരിലുള്ള ഉഖുവ, സാഹോദര്യം, അത് അടിത്തറയാണ്. ഇത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റിയ കാര്യമല്ലത്. ബിദ്അത്തുകാരനെ എന്തിനാണ് ഹജ്ർ ചെയ്യുന്നത്? എന്തിനാണ് അവൻ അകറ്റി നിർത്തുന്നത്? അവനെ അകന്നു പോകാനാണോ? ആണോ? അല്ല, അവൻ തിരിച്ചു വരാനാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഹജ്ർ
ഒരാൾ അകറ്റി നിർത്തുക എന്ന്, ഒരാൾ തിന്മ ചെയ്താൽ അയാൾ അകറ്റി നിർത്തുക എന്നത് ഇത് ബിദ്അത്തുകാരന് മാത്രമുള്ളതാണോ? ആണോ? ബിദ്അത്തുകാരന് മാത്രമുള്ളതാണോ? അല്ല, തിന്മ ചെയ്തവനുള്ളതാണ്. ചിലപ്പോൾ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾ വരെ ചിലപ്പോൾ അകറ്റി നിർത്തേണ്ടി വരും തെറ്റു ചെയ്ത. എപ്പോൾ? ഹജ്ർ ചെയ്തതുകൊണ്ട് അവൻ നന്മയിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നിനക്കുണ്ടെങ്കിൽ. ഒരാൾ സുന്നിയാണ്, അഹ്ലുസുന്നത്തുകാരനാണ്, അവൻ തെറ്റ് ചെയ്തു, അവന് യോജിക്കാത്തൊരു കാര്യം ചെയ്തു, നീയും അവനുമായി അടുത്ത ബന്ധമുണ്ട്, അടുത്ത സ്നേഹമുണ്ട്, നിങ്ങൾ രണ്ടിനും അടുത്ത കൂട്ടുകാരാണ്. നീ പറയണം, അഹി സഹോദര, നീ അത് ചെയ്തത് ശരിയായില്ല, നിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, എങ്ങനെ ഞാൻ നിന്നോട് കൂട്ടുകൂടാ? അയാൾ ചെയ്തത് വലിയ ബിദ്അത്തായിക്കൊള്ളണമെന്നില്ല. നീ അയാളോട് അകന്നു നിൽക്കുന്നത് അയാളെ ആ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കാരണമാകുമെങ്കിൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളെ ഹജ്ർ ചെയ്യാൻ അനുവാദമുണ്ട്. ഉദാഹരണത്തിന് നിന്റെ അനിയൻ തെറ്റ് ചെയ്തു, TV കണ്ടു, ഈ വീട്ടിലേക്ക് വന്നപ്പോൾ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ അനിയനെ തിരുത്താൻ, മോനെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം, എടാ ഇനി അങ്ങനെ ചെയ്തു പോകരുത്, ചെയ്താൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് അനുയോജ്യമെങ്കിൽ അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്. എന്നാൽ നിന്റെ വാപ്പയാണ് തെറ്റ് ചെയ്യുന്നത് നീ കണ്ടത്, എങ്ങനെ നീ പറയണ്ടത്? ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഈ നിയമം മനസ്സിലാക്കാതെ പോയിട്ട് അവനവന്റെ വാപ്പാനെ വരെ പോയി ഹജ്ർ ചെയ്യാൻ, അല്ലെങ്കിൽ ഉമ്മാനോട് ഹജ്ർ ചെയ്യാൻ, ഉമ്മാനോട് വെച്ച് ചൂടാവാൻ, ഉമ്മാനോട് ദേഷ്യം പിടിക്കുക, ജ്യേഷ്ഠനോട് പോയി ദേഷ്യം പിടിക്കുക. ഏത് ദീനിലാണ് ഇതുള്ളത്? ഒരടിസ്ഥാനമില്ലാത്തൊരു സാഹചര്യവും പരിഗണിക്കാതെ പോയിട്ട് ഗൾഫ് നാടുകളിൽ പോയി താമസിക്കുന്ന മസ്ജിദ് നിസ്കരിക്കാൻ പോവാതിരിക്കുക. എന്താ? നിസ്കരിക്കുന്ന ഇമാമ് ബിദ്അത്തുകാരനാണ്, ഇയാൾ ബിദ്അത്ത്, അയാൾ ബിദ്അത്തുകാരനാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരു നാട്ടിൽ ബിദ്അത്തുകാരനായ ഒരു ഇമാമല്ലാതെ നിസ്കരിക്കാൻ മറ്റൊരു സ്ഥലമില്ല. ബിദ്അത്തുകാരനായ ഇമാമല്ലാതെ ഒരാളില്ല. ബിദ്അത്തുകാരനായ കുഫർ ചെയ്യുന്ന ബിദ്അത്തുകാരനല്ല ഉദ്ദേശിച്ചത്, അതല്ലാത്ത അതിൽ താഴെയുള്ള ബിദ്അത്തുകൾ, കുഫറിൽ താഴെയുള്ള ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ഏതെങ്കിലും ഒരു ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ, അയാൾക്കു പിറകിലല്ലാതെ നിസ്കരിക്കാൻ മറ്റൊരു ജമാഅത്ത് വേറെ ഇല്ല എങ്കിൽ അയാളുടെ പിറകിലുള്ള നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് ബിദ്അത്താണ്. കാരണം സലഫുകളിൽ നിന്ന് അത് വന്നിട്ടില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഒരു നാട്ടിൽ അയാളല്ല പറയില്ല. സഹോദരങ്ങളെ, ഓരോ കാര്യത്തിനും ഒരു സ്ഥലമുണ്ട്, ഓരോ കാര്യത്തിനും ഒരു സ്ഥലമുണ്ട്. ചില സമയത്ത് ഒരാൾ ചെയ്യുന്നത് വലാലത്തായിരിക്കും, ചെയ്യുന്നത് തെറ്റായിരിക്കും. നീ പക്ഷെ വളരെ പ്രായം കുറഞ്ഞ ആളാണ്, നിനക്ക് 20 വയസ്സായിട്ടില്ല, നിന്റെ ശബ്ദം വരെ ഉറച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഇയാളാകട്ടെ നാട്ടിലെ വലിയ നേതാവാണ്, നീ പോയി സ്റ്റേജ് ഇട്ട് ആൾക്കെതിരെ ഇങ്ങനെ മറുപടി. ആളുകൾ എന്താ നിന്നെ കണ്ട വിചാരിക്കുക? ഏതായി ചങ്ങാതി, ആരായി സംസാരിക്കുന്നത്? ആളുകൾ നിന്റെ സംസാരം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് തർജീഹുൽ മസാലിഹ് വൽ മഫാസിദ്, ഒരു കാര്യം കൊണ്ട് ഉപകാരമാണോ കൂടുതൽ ഉണ്ടാകുക, ഉപദ്രവമാണോ കൂടുതൽ ഉണ്ടാകുക എന്നത് ചിന്തിച്ചതിന് ശേഷമാണ് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും തീരുമാനമെടുക്കുക. അതിലാകട്ടെ ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടാൻ സാധ്യത. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നും, എനിക്ക് പറയണ്ട എന്ന് തോന്നിയേക്കാം. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, ആകെ കുറച്ച് ആളുകളെ ഈ കാലഘട്ടത്തിൽ ദീൻ പാലിക്കുന്നവരെ കണ്ടുകിട്ടാനേ ഉള്ളൂ. ഈ സമയത്ത് ദീനിന്റെ അടിത്തറകൾ പാലിച്ചു തുടങ്ങുന്ന ആളുകളോട് ഒരു അടിസ്ഥാനവുമില്ലാതെ അകലം കാണിക്കുക, ഉപദ്രവിക്കുക, നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തുക എന്നത് ഗുരുതരമായ കാര്യമാണ്. മസ്ജിദുകളിൽ വരുന്ന സഹോദരങ്ങളെ, പരലോകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. പരലോകത്തെത്തുമ്പോൾ ഒരു മസ്ജിദിൽ വന്നെത്തി നിസ്കരിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കി, അവരെ തമ്മിൽ തെറ്റിച്ച് അവർക്കിടയിൽ
ഇതിന് പരലോകത്ത് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതല്ലേ ഇത്? അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഉലമാക്കളിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ പഠിച്ചത്, സാധിക്കുന്നിടത്തോളം നീ ജനങ്ങൾക്ക് യോജിക്കാനുള്ള വടിയൊരുക്കുക. ദീനിന്റെ അടിത്തറകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കുന്നിടത്തോളം നിന്റെ ഹക്കുകൾ നീ വിട്ടുകൊടുക്കുക, നിന്റെ ദുന്യവിയായ അവകാശങ്ങൾ നീ വിട്ടുകൊടുക്കുക, നീ പുറത്തു കൊടുക്കുക, നീ മാപ്പായി കൊടുക്കുക. സാധിക്കുന്നിടത്തോളം നീ ഒരിക്കലും ഭിന്നിപ്പിനുള്ള കാരണമായി എല്ലാ സ്ഥലത്തും എന്തൊരു ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റും അവിടൊക്കെ പോയി ഉണ്ടാക്കുക. അതിൽ നീ ഒരിക്കലും അകപ്പെടരുത്. പരലോകത്ത് അത് ഉപകാരപ്പെടുകയില്ല, ദുനിയാവിൽ ഉപകാരപ്പെടില്ല, ആഖിറത്തിൽ അത് ഉപകാരപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് ഞാൻ ഈ കിതാബിലുള്ള കാര്യങ്ങൾ അതുപോലെ വായിച്ചതല്ല. ഇതിലെ അടിത്തറകളിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദര, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് അൽഹംദുലില്ലാഹ് ആളുകളായിട്ട് ബന്ധപ്പെടാൻ എത്ര എളുപ്പമുണ്ട്. നീ മൈക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ട് എന്നെ കേൾപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല, എന്നെ പേഴ്സണലി വിളിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നിന്നെ പേഴ്സണലി വിളിച്ചാൽ, വ്യക്തിപരമായി ഫോൺ ചെയ്താൽ കിട്ടുന്നൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തുമ്പോൾ നസീഹത്താണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പേഴ്സണലി തിരുത്തി നോക്കി. എനിക്കെന്തെങ്കിലും പറയാൻ എനിക്ക് പറയാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് സാവധാനം ഇരുന്ന് കേൾക്കുകയും ചെയ്യാം. അതല്ലാതെ സ്റ്റേജിലെ ഞാൻ നസീഹത്ത് കൊടുക്കൂ എന്ന് ചില ആളുകൾ തീരുമാനിച്ചാൽ നസീഹത്തിന്റെ രൂപത്തിൽപ്പെട്ടതല്ല അത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നാം ഏവരെയും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم ثبتنا على الحق يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.